നമ്മൾ ഇപ്പം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലമാണ് ശബരിമല. സാധാരണ നമ്മൾ പറയാറുണ്ട് കള്ളന്മാരൊക്കെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ വെറുതെ വിടും, കാരണം അവർ വിശ്വാസികളായിരുന്നു. ഈ CPM-കാർ അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർ അമ്പലത്തിലും കക്കും പള്ളിയിലും കക്കും, അവസരം കിട്ടിയാൽ എവിടെയും കയറി കക്കും എന്നുള്ള സ്ഥിതിയിലാണ്. ഈ അടുത്ത കാലത്ത് കണ്ണൂരിൽ നടന്ന അവരുടെ അവിടെ 4 KSU-കാരായിരുന്നു ഉണ്ടായത്, ഒരു 40 പോലീസുകാരുണ്ടായിരുന്നു. ഈ KSU-കാർ മുദ്രാവാക്യം വിളിച്ചു പോയി. ഈ 4 KSU-കാർ 40 പോലീസുകാരെ നടത്തി നിൽക്കുന്ന മന്ത്രിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ആ 40 പോലീസുകാരെ ആദ്യം സർവീസിൽ നിന്ന് വിളിച്ചു കൊടുക്കണം. അതല്ല ചെയ്യേണ്ടത്. ഛത്തീസ്ഗഡിൽ പോയി ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസിൽ അവിടെ ചെന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്തു. കന്യാസ്ത്രീകളെ പോലീസ് പിടിച്ച് ജയിലിട്ടിരിക്കുന്നു. പോലീസ് ഏതാണ്ട് വലിയ വീരകൃത്യം ചെയ്ത രീതിയിലാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇവരേതാണ്ട് കൊടും തീവ്രവാദികളെ കാണുന്ന രീതിയിലാണ് ഈ കന്യാസ്ത്രീകളെ അവിടുത്തെ മീഡിയ പോർട്രേ ചിത്രീകരിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ ജനിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്ന് പിന്നീട് SH തേവരയുടെ ചെയർമാനായി, തേവര കോളേജ് ചെയർമാനായി, പിന്നീട് വളർന്ന് NSUIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ എത്തിയ റോജി ജോൺ. അദ്ദേഹം പിന്നീട് അങ്കമാലി MLA ആയി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നിയമസഭാ സാമാജികരിൽ ഒരാളായി മാറിയ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. അങ്ങ് വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ വെച്ചടി കയറി വളരെ വിജയം നേടിയിട്ടുള്ള ഒരു MLA. മാത്രമല്ല കഴിഞ്ഞ നിയമസഭയിലെ കഴിഞ്ഞ 10 വർഷത്തെ നിയമസഭാ പ്രവർത്തനം ഏറ്റവും മികച്ച നിയമസഭാ പ്രവർത്തനം നടത്തിയതായിട്ട് റെക്കോർഡ് കാണാൻ പറ്റും. അങ്ങയുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ താങ്കൾ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് വളർന്നത്. ആ കുട്ടിപ്രായത്തെക്കുറിച്ചൊന്ന് പറയുന്നത്. കുട്ടിപ്രായത്തിൽ നിന്ന് തുടങ്ങാം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് KSU-ൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. കാരണം കണ്ണൂർ ജില്ലയിലൊക്കെ ആ കാലത്ത് സ്കൂളുകളിൽ രാഷ്ട്രീയം സജീവമായി. എൻ്റെ കുടുംബം സ്വാഭാവികം, ഞങ്ങളൊക്കെ വരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്നാണ്. പക്ഷെ എൻ്റെ കുടുംബം പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു കുടുംബമാണ്. ഞങ്ങളൊക്കെ കോട്ടയം പാലാ സൈഡിൽ നിന്ന് കാരണവന്മാർ മലബാറിലേക്ക് കുടിയേറിയ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവർ കോൺഗ്രസ് അനുഭാവികളാണ്, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു മാത്രമല്ല, അല്ലാണ്ട് പാർട്ടി പ്രവർത്തനത്തിനൊന്നും പോകുന്ന ഒരു കുടുംബമൊന്നുമല്ല. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ തന്നെ KSU-ൽ ആകർഷണമായി KSU-ൽ മെമ്പർഷിപ്പ് എടുത്ത് അവിടെ വെച്ച് ആരംഭിച്ചതാണ്. അവിടെയൊക്കെ ഒത്തിരി ഞങ്ങൾക്കൊക്കെ KSU കാലഘട്ടത്തിൽ സ്കൂളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വലിയ പ്രതിസന്ധികളുണ്ട്. കാരണം സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രകടനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയോ നടത്തി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ CPM-ന്റെ ആക്രമണം ഉണ്ടാവും, CITU-കാരുടെ ആക്രമണം ഉണ്ടാവും. ഇലക്ഷനൊക്കെ ചിലപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട്, സ്കൂൾ ഇലക്ഷൻ നടക്കുമ്പോൾ വോട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് നേരെ ടൗണിൽ കൂടെ ചെറിയൊരു സിറ്റി ഉണ്ട് അവിടെ സ്കൂളിനടുത്തുള്ള, ആലങ്കോട് അല്ല, അത് തിരുമേനി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ആ ടൗണിൽ കൂടെ പോരാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ അടി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് വേറെ ഉൾവഴികളിൽ കൂടെയൊക്കെ കടന്നാണ് തിരിച്ച് വീട്ടിലേക്കൊക്കെ പോന്നിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. ആ കാലഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ ഇങ്ങനെ ഇത് നടത്തുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് അല്ലെങ്കിൽ KSU പ്രവർത്തകനായിട്ട് രംഗപ്രവേശം ചെയ്യാത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അല്ല, നമ്മൾ അന്ന് സ്കൂളിൽ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നമ്മളങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനായി മാറും എന്ന് കരുതിയൊന്നും അല്ല നമ്മളങ്ങനെ വരുന്നത്. താല്പര്യം നമുക്ക് KSU എന്ന് പറയുന്ന ഒരു താല്പര്യത്തിൽ വരുന്നു. പിന്നെ നമുക്ക് സ്വാഭാവികമായും സ്കൂളിൽ ലീഡർ ആവണം അല്ലെങ്കിൽ ക്ലാസ് ലീഡർ ആവണം, അതൊക്കെ ഒരു അന്ന് മുതലേ നമുക്ക് താല്പര്യമുള്ള കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ആളാണ്. പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ നമ്മളൊക്കെ വിളിക്കുന്ന ഒരു പ്രദേശങ്ങളൊക്കെ, അവിടെ പാർട്ടി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായിട്ട്, ഇപ്പം ഞങ്ങളൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കറിയാം, അവിടെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ട്. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിൽ നമുക്ക് കോൺഗ്രസിൻ്റെ ഏജന്റുമാർക്ക് ഇരിക്കാൻ കഴിയില്ല. നമ്മൾ കോൺഗ്രസിൻ്റെ ആളുകൾ, അനുകൂലികളായിട്ടുള്ള ആളുകളൊക്കെ രാവിലെ നേരത്തെ ഒന്ന് വോട്ട് ചെയ്തിട്ട് പോരും. കാരണം രാവിലെ വോട്ട് ചെയ്തിട്ട് പോകുന്നില്ലെങ്കിൽ നമ്മുടെ വോട്ട് വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഇപ്പം എൻ്റെ വ്യക്തിപരമായിട്ട് നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ ഫാദർ ഒരു ക്ഷീരകർഷകനായിരുന്നു. അപ്പോൾ നേരത്തെ അദ്ദേഹം പാലയായിരുന്നു കുടുംബം. ശരിക്കും അവര് പാലാ സൈഡിൽ നിന്ന് കുടിയേറിപ്പോയതാണ്. അവിടുന്ന് കുടിയേറി വന്നതാണ് കാരണവന്മാരുടെ കാലത്ത്. ഫാദറിന്റെ പേര് ജോൺ എന്നാണ്, അമ്മയുടെ പേര് എൽസമ്മ എന്നാണ്. അപ്പം അവര് ഫാദർ ക്ഷീരകർഷകനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു സൊസൈറ്റിയിൽ, മിൽമ സൊസൈറ്റിയിൽ നമ്മൾ പാൽ കൊടുക്കുന്നുണ്ട്. ആ സൊസൈറ്റിയുടെ ഇലക്ഷനിൽ പോലും അത് പിടിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന അക്രമങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം നമുക്കൊക്കെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ
CPM-ന്റെ പാനലിന് വോട്ട് ചെയ്യണം എന്നല്ല. CPM-ന്റെ പാനലിൽ നമ്മൾ വോട്ട് ചെയ്യില്ല എന്ന് അവർക്കറിയാം. അവരുടെ ഡിമാൻഡ് ഒറ്റ ഡിമാൻഡാണ്, നമ്മൾ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോരുത്. അത് പറഞ്ഞാണ് വീട്ടിൽ വന്നിരുന്ന 5-8 പേരൊക്കെ ഒരുമിച്ച് വന്ന് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ അന്നം ഇതായതുകൊണ്ട്, കാരണം പാല് ഏറ്റവും കൂടുതൽ പാല് മിൽമയിൽ അളക്കുന്ന, സൊസൈറ്റിയിൽ അളക്കുന്ന കർഷകനായിരുന്നു ഫാദർ. വർഷങ്ങളോളം സമ്മാനമൊക്കെ മേടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ വോട്ട് ചെയ്യാതിരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഫാദറിനെ തടഞ്ഞു വെക്കുകയും ID കാർഡ് പിടിച്ചു മേടിക്കാൻ ശ്രമിക്കുകയും മർദ്ദിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോലീസ് വന്ന് രക്ഷിച്ചുകൊണ്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പാൽ സൊസൈറ്റിയുടെ, ഒരു ചെറിയ ഒരു മിൽമ സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ പോലും അക്രമം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതിനെ അട്ടിമറിക്കാനായിട്ട് നടത്തുന്ന ഒരു ശ്രമം. അപ്പോൾ പിന്നെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം അല്ലെങ്കിൽ സമീപനം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യം, അപ്പം നമ്മളത്, പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു കോൺഗ്രസ് അനുഭാവിയായി KSUക്കാരനായി വന്നു. അത് മനസ്സിൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ, വളരെ ഓർമ്മയുള്ള കാലം തുടങ്ങി നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു വികാരമാണ്. അപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിലോ അങ്ങനെ കോൺഗ്രസിലേക്ക് വരാനുള്ള കാരണം എന്താ? ആക്ച്വലി അല്ല, താങ്കളുടെ ഫാദർ വലിയൊരു കോൺഗ്രസ്സുകാരനല്ല, അനുഭാവി മാത്രം. ഇങ്ങനത്തെ ഭീകരാന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. എന്നിട്ടും അതിനെതിരെ, ഒഴുക്കിനെതിരെ നീതിക്കൊണ്ട് താങ്കൾ ഞാൻ പറഞ്ഞു, എൻ്റെ കുടുംബം ഒരു കോൺഗ്രസ് അനുഭാവികളാണ്. അവർ അപ്പനായാലും അമ്മയായാലും ഒക്കെ അവർ കോൺഗ്രസ് അനുഭാവികളാണ്. നമ്മളെ ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ ആ ഒരു മോൾഡിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് നമുക്ക് ചെറുപ്പം തുടങ്ങി, ഞാൻ പത്രം വായിക്കുന്ന ശീലം എനിക്ക് ചെറുപ്പം തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്കൊക്കെ വീട്ടിൽ റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ചെറുപ്പത്തിൽ. രാജീവ് ഗാന്ധി മരിക്കുന്ന സമയത്ത്, കൊല്ലപ്പെടുന്ന സമയത്ത് രാവിലെ റേഡിയോയിൽ വാർത്തയിൽ ഇത് പറയുമ്പോൾ എൻ്റെ അപ്പനും അമ്മയൊക്കെ വളരെ അത് കേട്ട് വലിയ വിഷമത്തോടുകൂടി ഇരിക്കുന്ന ഒരു കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓർമ്മയുള്ള കാലം തുടങ്ങി നമ്മുടെ മനസ്സിൽ എങ്ങനെയോ കുടിയേറിയ ഒരു വികാരമാണ് കോൺഗ്രസ്. അത് ഒരിക്കലും മാറിയിട്ടില്ല. അത് പിന്നെ വളർന്നു വന്നപ്പോൾ, കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ വിശ്വാസം കുറെ കൂടി ഒന്ന് ഊട്ടി ഉറച്ചു എന്ന് വേണം പറയാൻ. പക്ഷെ ആ ഏരിയയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത്യാവശ്യം തൻ്റെ ഇടവും ധൈര്യമുള്ള ആളുകൾക്ക് മാത്രമേ പ്രവർത്തിക്കൂ. താങ്കൾക്ക് എങ്ങനെ ആ ധൈര്യം കിട്ടി? അല്ല, ഞാൻ കണ്ണൂരിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് സ്കൂൾ രാഷ്ട്രീയത്തിലേ ഞാൻ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ എറണാകുളത്താണ് പഠിച്ചത്. കോളേജ് ഞാൻ 15 വയസ്സ് വരെയാണ് ഞാൻ കണ്ണൂരിലുണ്ടായിട്ടുള്ളത്. ഫാമിലി പിന്നീടാണ് വരുന്നത്. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ എറണാകുളം തേവര കോളേജിൽ വന്നു. അവിടെ KSU പ്രവർത്തകനായി, അവിടെ യൂണിയൻ ചെയർമാനായി, KSUവിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു. പിന്നീട് ഹൈബി ഈഡനും ഞാനും ഒക്കെ ഒരേ കാലഘട്ടത്തിൽ കോളേജിൽ പ്രവർത്തിച്ചവരാണ്. ഞങ്ങൾ ഒരുമിച്ച് യൂണിയനിൽ അംഗങ്ങളായിട്ടിരുന്നിട്ടുണ്ട്. SH കോളേജിന്റെ പ്രോഡക്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ അഭിമാനത്തോടെ പറയാം, തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഞങ്ങളൊക്കെ കാരണം തേവര കോളേജിലൊക്കെ വന്ന് നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ടായ കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റമുണ്ട്, നമ്മുടെ ലൈഫിൽ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റങ്ങളുണ്ട്. അങ്ങനെ ഓരോ സ്റ്റേജും നമുക്ക് ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ JNUവിൽ പോയി, ഡൽഹിയിൽ, ഹൈദരാബാദിൽ പഠിച്ചു, JNUവിൽ പഠിച്ചു. JNU കാലഘട്ടമൊക്കെ വേറൊരു തരത്തിലുള്ള എക്സ്പോഷർ ആയിരുന്നു. അവിടുത്തെ രാഷ്ട്രീയം, ലെഫ്റ്റ് രാഷ്ട്രീയത്തിന്റെ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ JNUവിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ അവിടുത്തെ കേരളത്തിൽ നിന്ന് KSU അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളൊക്കെ ആയിട്ട് നിന്നിട്ടുള്ള ആളുകൾ JNUവിൽ ചെന്ന് ലെഫ്റ്റായി മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവിടെ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ വെറുക്കപ്പെട്ട വർഗമാണ്. കാരണം അവിടെ NSUI പിക്ചറിൽ പോലും ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. അവിടെ ലെഫ്റ്റും അൾട്രാ ലെഫ്റ്റും തമ്മിലാണ് മത്സരം. SFIയും ഐസ ഇടതുപക്ഷവും, തീവ്ര ഇടതുപക്ഷവും, SFI, ഐസ, AISF, DSU, അങ്ങനെ ലെഫ്റ്റ് ഓർഗനൈസേഷൻസ് അവർ തമ്മിലാണ് മത്സരം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ ഒക്കെയാണ് NSUI എന്നുള്ളത്. KSUവിന്റെ ദേശീയ തലത്തിൽ NSUI എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ NSUIയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആർക്കും വേണ്ടാത്ത ഒരു തരത്തിലും ഒരാളും ആളുകൾ, ഈ ഇടതുപക്ഷത്തിന്റെ ആളുകളൊക്കെ നമ്മളെ കണ്ട പുച്ഛിക്കും. നമ്മളേതാണ്ട് വലിയ അപരാധം ചെയ്തതുപോലെയാണ് NSUIയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇപ്പൊ കണ്ണൂരൊക്കെ നമ്മൾ അനുഭവിച്ച ഒരു തരം അവിടെ കായികമായിട്ടുള്ള പീഡനമായിരുന്നുവെങ്കിൽ JNUവിൽ കായികമായിട്ടുള്ള പീഡനങ്ങളൊന്നുമില്ല, ശാരീരികമായിട്ടുള്ള ആക്രമണമൊന്നുമില്ല, മാനസികമായിട്ടുള്ള ഒരു തരം ഒരു മെന്റൽ ടോർച്ചറാണ്. നമ്മൾ ഏതാണ്ട് വലിയ പുച്ഛത്തോടു കൂടിയാണ് കാണുക. അവിടെയാണ് ഞാൻ NSUIയിൽ പ്രവർത്തിച്ചതും. ഞാൻ അവിടെ കൗൺസിലറായിട്ട് വിജയിച്ചു. ആദ്യത്തെ വർഷമല്ല, ഞാൻ ആദ്യത്തെ വർഷം മത്സരിച്ചില്ല. കാരണം നമ്മൾ ഒന്ന് കളം പിടിക്കണമല്ലോ.
എന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യത്തെ വർഷം തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു, NSUവിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ നന്നായി പ്രവർത്തിച്ചാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ആദ്യത്തെ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് തീരുമാനിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമെന്നും അതിൽ വിജയിക്കാൻ ശ്രമിക്കണമെന്നുള്ള ചിന്ത എനിക്ക് അന്ന് എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ഞാൻ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചു. അടുത്ത വർഷം അവിടെ JNUവിൽ മത്സരിച്ചു, വിജയിച്ചു. അതൊരു ചരിത്ര സംഭവമായിരുന്നു. കാരണം JNUവിൽ ഇടതുപക്ഷത്തിന്റെ SFI, ഐസ, ASFലൊക്കെ നിന്ന് വിജയിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, മലയാളികൾ. പക്ഷേ NSUIയുടെ ഭാഗമായി ഒരു മലയാളി JNU യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലിലേക്ക് ജയിച്ചു വന്നു എന്നുള്ളത് ആദ്യത്തെ സംഭവമായിരുന്നു. അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു, പ്രത്യേകിച്ച് ഡൽഹിയിലും അത് ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ NSUI ദേശീയ നേതൃത്വത്തിലേക്ക്, അവിടുന്ന് NSUI നാഷണൽ കമ്മിറ്റിയിലേക്ക് വരുന്നതും പിന്നീട് വൈസ് പ്രസിഡന്റും ഒക്കെ ആയത്. മലയാളം മീഡിയത്തിലാണ് പഠിച്ചിട്ടുള്ളത്. അതെ. പിന്നീട് SH കോളേജിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ വന്നു. പിന്നെ ഡൽഹിയിൽ പോയി എല്ലാം പഠിച്ചു, ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം തറവായി. ശരിക്കും നാഷണലായിട്ട് രാഷ്ട്രീയ കളരി കഴിഞ്ഞിട്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത് അല്ലേ? അതെ. കേരളത്തിൽ എത്തുന്നത് നേരെ അങ്കമാലിയിൽ മത്സരിക്കാൻ ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്കമാലി കഴിഞ്ഞ കുറേ കാലം മാർക്സിസ്റ്റ് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് വിട്ടുപോയി, അത് ഇടതുപക്ഷത്തിന്റെ കൈവശം. അവിടെ നിന്ന് എങ്ങനെയാണ് താങ്കൾ 2016 ഇലക്ഷനിൽ അവിടെ വിജയിച്ചത്? അല്ല, അങ്കമാലി ഞാൻ മത്സരിക്കാൻ വരുമ്പോൾ 2 ടേമായിട്ട് അവിടെ ഇടതുപക്ഷത്തിന്റെ വന്ന് അപ്പൊ നമുക്ക് പാർട്ടിയിൽ ഉണ്ടായ ചില പോരായ്മകളോ അല്ലെങ്കിൽ കുറവുകളോ ഒക്കെ ആയിരിക്കാം അവിടെ ഇടതുപക്ഷം ജയിക്കാൻ കാരണമായത്. അദ്ദേഹം തുടർച്ചയായി 2 വട്ടം വിജയിച്ചു, അദ്ദേഹം മന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിലയിൽ നിന്നും പിന്നെ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് എൻ്റെ മിടുക്കാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവിടെയുള്ള UDFന് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകൾക്ക് അങ്കമാലി കോൺഗ്രസിൻ്റെ ഒരു കാൻഡിഡേറ്റ് വിജയിക്കണം എന്ന ആഗ്രഹം ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് വരികയും ഞാനൊരു സ്വാഭാവികമായ ഒരു പുതുമുഖം, ഒരു ചെറുപ്പക്കാരൻ എന്നൊക്കെയുള്ള ഫാക്ടേഴ്സ് എനിക്ക് തോന്നുന്നു അത് സഹായിച്ചിട്ടുണ്ട്. അത് ജനങ്ങളത് ഏറ്റെടുത്തു. ജനങ്ങൾക്ക് തോന്നി ഓക്കെ, JNUവിലൊക്കെ പഠിച്ച ഒരു ചെറുപ്പക്കാരനാണ്, കുഴപ്പമില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരാൾ അങ്കമാലിക്ക് സ്യൂട്ടാവും എന്ന് ജനങ്ങൾ കരുതിയിട്ടുണ്ടാവും. ജനങ്ങളത് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, UDF അനുകൂലമായിട്ടുള്ള വോട്ടുകൾ നമുക്കത് ഭിന്നിച്ചു പോകാതെ നമുക്കത് ഒരുമിച്ച് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. അത് JNUവിൽ താങ്കൾ ഒന്നുമില്ലാത്തടുത്ത് അടുത്ത വർഷം കൊണ്ട് താങ്കൾ വിജയിപ്പിച്ചെടുക്കാനും സംഘടിപ്പിക്കാനും വിജയിക്കാനും കഴിഞ്ഞു. അങ്കമാലി വന്ന് കോർത്തിണക്കേണ്ട ആവശ്യമുള്ളായിരുന്നു. അവിടെ കോൺഗ്രസ് അനുഭവം. അങ്കമാലി ഓൾറെഡി അതാ പറയാ, ഒരു കോൺഗ്രസിന് വളരെ വളക്കൂറുള്ള ഒരു മണ്ണാണ്. ആ മണ്ണിൽ അല്ലെങ്കിൽ അവിടെ ആ കോൺഗ്രസിന്റെ വോട്ടുകൾ പല ഭാഗത്തൊക്കെ ആയിട്ട് ചിന്നിച്ചെതിരെയൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അതിൽ വിള്ളലുകളൊക്കെ ഉണ്ടായിട്ടാണ് അവിടെ ഇടതുപക്ഷം വിജയിച്ചിട്ടുള്ളത്. ആ വിള്ളലുകളൊക്കെ പരിഹരിച്ച് നമുക്ക് എല്ലാവരെയും ഒരു പ്ലാറ്റ്ഫോമിൽ, ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതായി. 2016 ഇലക്ഷന് ശേഷം 2021 ഇലക്ഷൻ പ്രത്യേകതയുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും LDF തരംഗം ആഞ്ഞടിച്ച് നിൽക്കുന്ന സമയം, വലിയ ഭൂരിപക്ഷത്തിന് അവർ ജയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് താങ്കൾ 17,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. അതെങ്ങനെ നേടിയെടുത്തു ആ സമയത്തെ? അല്ല, നമ്മൾ 5 വർഷം എനിക്ക് ജനപ്രതിയായി MLA ആയി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയപ്പോൾ ആ 5 വർഷം ഞാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് പരിശ്രമിച്ചത്. ഞാൻ MLA ആയി വിജയിക്കുമ്പോൾ ഞാൻ NSUI അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അപ്പോൾ ഞാൻ അതിനുശേഷം ഡൽഹിയിൽ പോയി. ഞാൻ രാഹുൽജിയെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ MLA ആയി, ഇനിയിപ്പം ഇത് രണ്ടും കൂടെ കൊണ്ടു നടക്കാൻ പ്രയാസമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നോക്കാം, എന്തായാലും വരട്ടെ, ഇപ്പം നിൽക്കാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് ഞാനൊരു മാസം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കിത് MLA എന്ന നാട്ടിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. NSUI ദേശീയ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ രാജ്യം മുഴുവൻ നടന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ഞാൻ 2 വർഷത്തോളം ഞാൻ NSUI പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ 2014 ഞാൻ നാഷണൽ പ്രസിഡന്റ് ആവുന്നത്. 2016 ഇലക്ഷൻ മത്സരിച്ചത്. അപ്പോൾ ഞാൻ രാഹുൽജിയെ കണ്ടിട്ട് പറഞ്ഞു, ഇത് എനിക്ക് രണ്ടിനോടും നീതി പുലർത്താൻ പറ്റില്ല, രണ്ടും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ്, അതുകൊണ്ട് എന്നെ ഒഴിയാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. ഞാൻ അതിനുശേഷം 5 വർഷക്കാലവും നാട്ടിൽ വേറെ എവിടെയും ഒരു പരിപാടി എന്ന് വെച്ചാൽ പുറത്ത് മറ്റു കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഞാൻ അങ്കമാലി മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിട്ടാണ് പരിശ്രമിച്ചത്. അത് ഇപ്പോൾ പ്രളയം വന്ന സമയത്തായാലും കോവിഡ് വന്ന സമയത്തായാലും ഏത് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോഴും ഒക്കെ
നമുക്ക് അങ്കമാലിയിലെ, കാരണം ജനങ്ങളോടൊപ്പം, അങ്കമാലിയിലെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ വിജയിപ്പിച്ചത്. അപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ പരമാവധി നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എനിക്ക് ഏകദേശം 9,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ 2021 അതൊരു 16,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. അത് ജനങ്ങൾ നമുക്ക് നൽകിയ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷമാണ് അവിടെ ഉണ്ടാക്കിയത്. അങ്കമാലി തീർച്ചയായിട്ടും പിടിച്ചെടുക്കാൻ പറ്റി. ലോക്സഭാ ഇലക്ഷനിലും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ്. അങ്ങനെ അങ്കമാലി എന്ന് പറഞ്ഞാൽ UDFന്റെ ശക്തമായി കോട്ടയാക്കി മാറ്റാൻ താങ്കൾക്ക് 10 വർഷം കൊണ്ട് കഴിഞ്ഞു. അല്ല, അത് എന്റെ മിടുക്കുന്നൊന്നും ഞാൻ പറയില്ല. അവിടെയുള്ള കോൺഗ്രസിന്റെ നേതൃത്വം, UDFന്റെ നേതൃത്വം എല്ലാവരും ഒറ്റക്കെട്ടായി വലിയ തർക്കങ്ങളോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും കൂടാതെ എല്ലാവരും നമ്മളൊരു കൂട്ടിയോജിച്ചു പോകുന്ന ഒരു സമീപനമാണ്. നിയമസഭയിലേക്ക് കടന്നു കഴിഞ്ഞാൽ താങ്കൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ള ഏറ്റവും അധികം ശക്തമായ പോരാട്ടം നിയമസഭയിൽ നടത്തിയുള്ള ഒരാളാണ്. മാത്രമല്ല, താങ്കൾ പഠിച്ച കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്, എടുത്തു പറയാവുന്ന അനുഭവം? നിയമസഭയിൽ നമ്മളെന്താ കവലപ്രസംഗം നടത്തുന്ന പോലെ നമുക്ക് നിയമസഭയിൽ പോയി പ്രസംഗിക്കാൻ കഴിയില്ല, കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ MLA എന്ന് പറഞ്ഞാൽ, ഒരു നിയമസഭാ സാമാജികൻ എന്ന് പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമാണ്. നിയമസഭ എന്ന് പറയുന്ന വേദിയും അത്രയ്ക്ക് പരിപാവനമായിട്ടുള്ള ഒരു വേദിയാണ്. അപ്പം നമ്മൾ അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യവും വസ്തുനിഷ്ഠവുമായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും നാടൻ ഭാഷ കൊട്ടത്താപ്പ് പറയാനോ അല്ലെങ്കിൽ കവലപ്രസംഗം നടത്താനോ കഴിയില്ല. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും കൃത്യമായി പഠിച്ചു തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ നിയമസഭയിൽ ഞാൻ കണക്കുകൾ അവതരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുതകൾ നിരത്തുമ്പോഴോ മറ്റ് സംസ്ഥാനങ്ങളെ ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുമ്പോഴോ ഒക്കെ ഞാൻ ഒരു തവണയല്ല പലതവണ വെരിഫൈ ചെയ്യും. കാരണം നമ്മൾ പറയുന്നതിനകത്ത് ഒരു തെറ്റ് ഉണ്ടാവാൻ പാടില്ല. കാരണം ഇതെല്ലാവരും വാച്ച് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കും. ഇപ്പം നമ്മളാരും MLA പണി പഠിച്ചിട്ടല്ലല്ലോ MLA ആയത്. പക്ഷെ നമ്മൾ നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ഇരുന്ന് പഠിക്കും. ഇപ്പം നിയമസഭയിൽ നമ്മളൊരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് തലേന്ന് വൈകിട്ടായിരിക്കും നമ്മളോട് പറയുന്നത്. എന്താണ് നാളത്തെ അടിയന്തര പ്രമേയത്തിന്റെ വിഷയം എന്ന് തലേന്ന് രാത്രി ചിലപ്പോൾ 9 മണിക്കോ 10 മണിക്കോ ഒക്കെ ആയിരിക്കും നമ്മളെ അടുത്ത് അറിയിക്കുക. ഒരു വിഷയം ചിലപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായ ഗ്രാഹ്യം ഉള്ള ഒരു വിഷയമായിരിക്കണം എന്നില്ല. അപ്പോൾ രാത്രി മുഴുവനും ഞാൻ വെളുപ്പിന് 2 മണി 3 മണി വരെ ഇരുന്ന് ഞാൻ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്ത് കൃത്യം പഠിച്ച് തയ്യാറാക്കിയിട്ടായിരിക്കും പിറ്റേന്ന് രാവിലെ 9 മണിക്ക് സഭയിലെത്തുന്നത്. ഇപ്പൊ എനിക്ക് ഒരു അനുഭവം, ഇപ്പൊ ഞങ്ങൾ പ്രതിപക്ഷത്ത് ഞങ്ങൾക്ക് ആദ്യത്തെ സഭയിലായിരുന്നെങ്കിലും രണ്ടാമത്തെ സഭയിലായിരുന്നെങ്കിലും UDFന്റെ ഒരു പ്രത്യേകത, ഞങ്ങൾ ചെറുപ്പക്കാർ MLA-മാർക്കൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകാറുണ്ട്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും അതുപോലെ തന്നെ VD സതീശനായ സമയത്തും ഒക്കെ. ഇപ്പൊ ഈ കഴിഞ്ഞ സഭയിലാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത് സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് റോജി പഠിക്കണം, റോജി അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ് എന്നോടത്ത് പറഞ്ഞു. അപ്പൊ എനിക്ക് കാര്യം നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണെങ്കിലും നമ്മൾ അധികം അതിനപ്പുറത്തേക്ക് നമ്മൾ അക്കാഡമിക്സിൽ നമ്മൾ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നതും നമ്മൾ നിയമസഭയിൽ വന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മളൊരു സ്റ്റേറ്റിന്റെ എക്കോണമിയെ കുറിച്ച് പറയുമ്പോൾ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എനിക്കും അതിനകത്ത് ഇൻട്രസ്റ്റ് തോന്നി. അത് പുതിയൊരു കാര്യം പഠിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു. പിന്നെ നിരന്തരം എന്നവണ്ണം ഇപ്പോൾ ബഡ്ജറ്റായി ബന്ധപ്പെട്ടിട്ടായാലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചിട്ടായാലും കിഫ്ബി ആയാലും അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് ഉള്ള ഏത് ചർച്ച വന്നാലും അതിൽ സംസാരിക്കാൻ ഒരു അവസരം നമുക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ അടിയന്തര പ്രമേയമോ ചർച്ചകളൊക്കെ വന്നാൽ അത് ആദ്യം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ചിലപ്പം ഞാനായിരിക്കും. അതൊക്കെ നമ്മളൊരു പഠിക്കാനുള്ള ഒരു താല്പര്യത്തിന്റെ ഭാഗമായി പഠിക്കുന്നത് കൊണ്ട്. നിയമസഭയിൽ ഭരണപക്ഷത്തിന് ഭയങ്കര പേടിയുള്ള ഒരാളാണ് താങ്കൾ. കാരണം താങ്കൾ കൃത്യമായി വസ്തുനിഷ്ഠമായി പറയുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു കുറച്ച് അനുഭവങ്ങൾ പറയാം. അല്ല, എനിക്ക് ഒരു അനുഭവം, നമ്മള് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് സംസ്ഥാനം വലിയ കടക്കെണിയിലാണ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായിട്ടും താറുമാറാണ് എന്ന് ഞാൻ ഒരു തവണ നിയമസഭയിൽ ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചു. അടിയന്തര പ്രമേയമായിരുന്നു. അപ്പോൾ അത് 15 മിനിറ്റോളം ചർച്ചയ്ക്കെടുത്തു. സർക്കാർ ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറായി. അപ്പോൾ ആദ്യം അവതരിപ്പിക്കുന്ന പ്രമേയ അവതാരകൻ എന്ന നിലയിൽ എനിക്ക് 15 മിനിറ്റ് കിട്ടും. അപ്പം ഞാൻ 15 മിനിറ്റിൽ ഞാൻ കൃത്യമായി ഇത് അവതരിപ്പിച്ചു. അപ്പോൾ അതുവരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന, സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരുന്ന
ഒരു ക്ലീശ മറുപടി എപ്പോഴും ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ്, കേന്ദ്രം ഒന്നും തരാത്തതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം, കേന്ദ്രം തരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാനത് കൃത്യമായി കേന്ദ്രം തന്ന കണക്കുകൾ, അതായത് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഉൾപ്പെടെ സംസ്ഥാനത്തിന് കിട്ടിയതിൻ്റെ കണക്കുകളൊക്കെ എടുത്ത് കൃത്യമായി സഭയിൽ 15 മിനിറ്റ് ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഭരണപക്ഷിയിലുണ്ടായിരുന്ന MLA-മാർക്ക് പോലും ഇത് അറിയില്ലായിരുന്നു. ഇതിങ്ങനെയൊക്കെയാണ്, ഇതിങ്ങനെ ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കേന്ദ്രം നമുക്ക് തന്നത് അധികമാണെന്നൊന്നും അല്ല, കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് എത്ര കിട്ടിയാലും അത് നമ്മുടെ അവകാശമാണ്. പക്ഷെ അവർ പറഞ്ഞ ചില വാദമുഖങ്ങൾ സംസ്ഥാനത്ത് ഇവിടെ ഒരു കുഴപ്പമില്ല, ഇതെല്ലാം അവിടുത്തെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു ഫലിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതങ്ങനെ അല്ല എന്ന് നമ്മൾ നിയമസഭയിൽ കണക്കുകൾ വെച്ച് നിരത്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭരണകക്ഷിയിലുള്ള MLA-മാർ പോലും ഇങ്ങനെയാണോ എന്ന് അവർക്ക് പോലും സംശയം ഉണ്ടായി. പിന്നെ ചർച്ച കഴിഞ്ഞിട്ട് ഈ ക്യാൻറ്റീനിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ, അല്ലെങ്കിൽ പ്രസംഗം കഴിഞ്ഞ് പിന്നെ വഴിയിൽ കണ്ടപ്പോഴും പുറത്ത് കണ്ടപ്പോഴും ഒക്കെ അവർ പോലും ഞങ്ങളോട് പലരും വന്ന സ്വകാര്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതല്ല ഏറ്റവും ഷാർപ്പായി പറഞ്ഞിട്ടുള്ള ഒരു 6 ലക്ഷം കോടി രൂപ കേരളത്തിന് കടമ. എന്താണ് അതിന്റെ നിജസ്ഥിതി? കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിൽ നിന്ന് പോകുമ്പോൾ 1 ലക്ഷം കോടി രൂപയുടെ കടമാണ് കേരളത്തിനുണ്ട്. ഇപ്പോൾ 6 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കുന്നതിൽ അപ്പുറത്തേക്കുള്ള വലിയൊരു കടം നമ്മളെ തലയിൽ വെച്ചിരിക്കുകയാണ്. എന്താണ് അതിന്റെ നിജസ്ഥിതി? അല്ല, അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ സത്യമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അവസാന കാലം എന്ന് വെച്ചാൽ കേരളം രൂപീകൃതമായി എല്ലാ ഗവൺമെന്റുകളും ഭരിച്ച് 2016 വരെ കേരളത്തിന്റെ മൊത്തം കടമെന്ന് പറയുന്നത് ഏകദേശം 1,50,000 കോടി രൂപ, 1.5 ലക്ഷം കോടി രൂപയാണ്. അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏകദേശം 6 ലക്ഷം കോടിയായി. 6 ലക്ഷം കോടിയിൽ കൂടാതെ മറ്റു കുടിശ്ശികകളും ഉണ്ട്. കരാറുകാർക്ക് കൊടുക്കാനുള്ളതും സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ളതും ഒക്കെ അതിന്റെ കുടിശ്ശികളൊക്കെ എടുത്താൽ അതിന്റെ അപ്പുറത്തേക്ക് പോകും. ഇവിടെയുള്ള പ്രശ്നം, ഒരു സ്റ്റേറ്റിന് കടമെടുക്കുന്നതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല. ഒരു സ്റ്റേറ്റിന് കടമെടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു വ്യക്തിക്കായാൽ പോലും നമുക്ക് ജീവിതത്തിൽ കടമെടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മൾ കടമെടുക്കുമ്പോൾ ആ കടമെടുക്കുന്ന തുക നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് വ്യാപകമായിട്ട് കടമെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി കടമെടുക്കുന്നു. അന്ന് കടമെടുക്കുന്നത് 1.5% പലിശയ്ക്കും 3% പലിശയ്ക്കും ഒക്കെയാണ് ആ കാലത്ത് കടമെടുക്കുന്നത്. ആ 1.5% പലിശയ്ക്ക് കടമെടുത്തിട്ട് മെട്രോ പോലുള്ള ഒരു പദ്ധതി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് തിരിച്ചടവുണ്ട്, റീപേയ്മെന്റ് ഉണ്ട്. അതായത് ഇപ്പൊ മെട്രോ ലാഭത്തിലാണ്, സർക്കാരിന് ഖജനാവിന് നഷ്ടം വരുന്നില്ല. നമുക്ക് മെട്രോ ഓടുന്നു, അതിനകത്ത് ടിക്കറ്റ് സെയിലുണ്ട്, മറ്റ് റവന്യൂ ഉണ്ട്, അഡ്വർടൈസ്മെന്റ് റവന്യൂ ഉണ്ട്, പലതരത്തിലുള്ള റവന്യൂ ഉണ്ട്. മെട്രോ ഇപ്പോൾ ലാഭത്തിലാവുന്നു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ഇപ്പോൾ ഈ ഗവൺമെന്റ് ചെയ്യുന്ന ഈ പദ്ധതികളിൽ എവിടെയാണ് റീപേയ്മെന്റ്? റീപേയ്മെന്റ് ഒന്നുമില്ല. ഇവിടെ നടക്കുന്നത് ഇപ്പൊ 9% പലിശയ്ക്കും 9.5% പലിശയ്ക്കും ഒക്കെ കടമെടുക്കുകയാണ് കിഫ്ബി. 9.5% പലിശയ്ക്ക് കടമെടുത്തിട്ട് നമ്മൾ കടമെടുക്കുന്നതിൻ്റെ വലിയൊരു തുക വിനിയോഗിക്കുന്നത് പലിശ അടയ്ക്കാനും ഈ കടം തിരിച്ചടയ്ക്കാനും വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മനസ്സിലാക്കാൻ വലിയ സാമ്പത്തിക ശാസ്ത്രമൊന്നും വേണ്ട. നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു 10 ലക്ഷം രൂപ വായ്പ എടുക്കുന്നു. നമ്മൾ 10 ലക്ഷം രൂപ വായ്പ എടുത്ത് നമ്മൾ വീട്ടിൽ വിവാഹ ചടങ്ങ് നടത്തി. എങ്ങനെ ഈ പണം തിരിച്ചടയ്ക്കും? അതേസമയം 10 ലക്ഷം രൂപ നമ്മൾ വായ്പ എടുത്ത് നമ്മളൊരു കടമുറി പണിത് നമുക്ക് മാസം റെന്റ് കിട്ടുന്നുണ്ട്. നമുക്കതൊരു അസറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അവിടെ നമുക്ക് വരുമാനമുണ്ട്, നമുക്കിത് തിരിച്ചടയ്ക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടമെടുത്ത് പലിശയും കടവും അടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കടം ഇങ്ങനെ പെരുകി പോവുകയാണ്. ഇത് തിരിച്ചടയ്ക്കാനായിട്ടുള്ള ഓൺ റവന്യൂ ജനറേഷൻ ഇല്ല. നമുക്ക് പണം ജനറേറ്റ് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ പോകുമ്പോൾ സംസ്ഥാനം വലിയ കടക്കണിയിലേക്ക് പോകും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെയുള്ള ആളോഹരി വരുമ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഓരോരുത്തർക്കും, ജനിക്കുന്ന കുട്ടിക്ക് പോലും. ആളുകൾ വിചാരിക്കുന്നത് സംസ്ഥാനത്തിന് 6 ലക്ഷം കോടിയുടെ കടമായതുകൊണ്ട് എനിക്കെന്താ കുഴപ്പം, എൻ്റെ വീട് ജപ്തി ചെയ്യാൻ ആരും വരില്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ ദുരിതം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് ചാർജ് കൂട്ടുന്നു, വെള്ളക്കരം കൂട്ടുന്നു, വീട്ടുകാരം വർദ്ധിപ്പിക്കുന്നു, കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നു, പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കുന്നു, പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ കൂട്ടുന്നു. അതുകൂടാതെ സംസ്ഥാനത്ത് 2 രൂപ സെസ് അഡീഷണൽ ആയിട്ട് ഏർപ്പെടുത്തുന്നു. ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കും ഈ ആ കടം
സർക്കാരിന് കടം കൂടിയാൽ എനിക്ക് കുഴപ്പമില്ലെന്ന് വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമുണ്ട്, എനിക്കും നിങ്ങൾക്കും എല്ലാം കുഴപ്പമുണ്ട്, എല്ലാവർക്കും കുഴപ്പമുണ്ട്. ഓരോ മനുഷ്യനും ഓരോ കുട്ടിയും ഓരോ വ്യക്തിയും ഈ കടത്തിന്റെ റീപേയ്മെന്റ് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇപ്പൊ ജനങ്ങൾ നമ്മളെ ഇപ്പൊ എന്താണ് പ്രശ്നം? ജനങ്ങളുടെ ഇപ്പൊ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ പണമില്ല, മാർക്കറ്റിൽ പണമില്ല, ബിസിനസ് ഡൗൺ ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മാർക്കറ്റിൽ വരേണ്ട പണം അല്ലെങ്കിൽ ജനങ്ങളുടെ കൈകളിൽ, ജനങ്ങൾക്ക് പൊതുവിപണിയിൽ ചെലവഴിക്കാൻ കൂടുതൽ പണം കൈകളിൽ വേണ്ട സമയത്ത് ഇത് സർക്കാർ പലതരത്തിൽ ആ പണം അങ്ങോട്ടേക്ക് പിടിച്ചോണ്ടിരിക്കുകയാണ്, തിരിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാ സംരംഭങ്ങളും ബിസിനസ്സുകളെയും ഒക്കെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾ പണമില്ലാതെ, മാർക്കറ്റിൽ ക്യാഷ് ഫ്ലോ ഇല്ലാതെ ബിസിനസ്സുകൾ പ്രയാസത്തിലാവുന്നത്. ഇപ്പൊ നിങ്ങൾ ചെറുകിട വ്യാപാരികളോട് ചോദിക്കുക, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു വിഭാഗമാണ്. അവർ പറയും അവർക്ക് കച്ചവടം ഇല്ല, അവരൊക്കെ പ്രതിസന്ധിയിലാണ്. നിങ്ങൾ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു നോക്കിയേ, അവർ പറയും അവർക്ക് ഓട്ടോ ഇല്ല എന്ന് പറയും കൃത്യമായിട്ട്. അങ്ങനെ നിയമസഭയിൽ കൃത്യമായി ഫൈറ്റ് ചെയ്ത റോജി ജോണിനെ MLA ഒരു ക്രിമിനൽ കേസിൽ പെടുത്താൻ ഗവൺമെന്റ് ശ്രമിക്കുകയുണ്ടായി. എന്താണ്? നോൺ ബെയിലബിൾ വകുപ്പാണ് ചേർത്തിയത്. എന്താണ് അതിന്റെ? അത് വലിയ തമാശയായിരുന്നു. അതായത് ഞങ്ങൾ നിയമസഭയിൽ ഒരു സമരം ചെയ്തു. ഞങ്ങൾക്ക് നിയമസഭയിൽ വിഷയം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എന്തായാലും നിയമസഭയ്ക്കകത്ത് ശക്തമായ സമരം നടക്കുന്നു. ഞങ്ങൾ എന്നിട്ട് ഒരു ദിവസം സ്പീക്കറുടെ, ഞങ്ങൾക്ക് നിയമസഭയിൽ സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്പീക്കറുടെ ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ തീരുന്നൊരു പ്രതിഷേധം നടത്താൻ വേണ്ടിയിട്ട് UDF പാർലമെന്ററി പാർട്ടി തീരുമാനിക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾ സ്പീക്കറുടെ ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ കുത്തിയിരിക്കുകയാണ്. അവിടെ വന്ന് വാച്ച് ആൻഡ് വാർഡ് ഞങ്ങളെ എണീപ്പിച്ചു വിടാൻ വേണ്ടി അവർ ഞങ്ങളുമായിട്ട് ബലം പിടിക്കുന്നു. ഞങ്ങളവിടെ ഇരിക്കുന്നതിന് അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾ സമാധാനപരമായിട്ട് ഞങ്ങളവിടെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളവിടെ ഇരുന്ന ഞങ്ങളെ ബലം പ്രയോഗിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് വാച്ച് ആൻഡ് വാർഡ് ശ്രമിക്കുന്നു. അങ്ങനെ ഉന്തും തള്ളും ഉണ്ടാവുന്നു. അതിൽ ഒരു വാച്ച് ആൻഡ് വാർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ, ആളുടെ കൈക്ക് പൊട്ടൽ പറ്റിയെന്നും പറഞ്ഞിട്ട് പോയി അഡ്മിറ്റ് ആവുകയാണ്, ഹോസ്പിറ്റലിൽ പോയി. ആൾക്ക് പരിക്ക് പറ്റി. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഡ്യൂട്ടിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ ഞങ്ങൾ ആക്രമിച്ചു, അദ്ദേഹത്തിന് പരിക്ക് പറ്റി, എല്ലൊക്കെ പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായ കുറ്റമാണല്ലോ. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരെ കേസെടുക്കുകയാണ്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അപ്പോൾ അതിനുശേഷം ഈ ആശുപത്രിയിൽ അഡ്മിറ്റായ ആളെ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പൊട്ടലും ഇല്ല, ചതവും ഇല്ല, ഒന്നുമില്ല. ഒടുവിൽ ആ കേസ് അവർ നാണം കെട്ട് ആ നോൺ ബെയിലബിൾ ചാർജസ് ഒക്കെ പിൻവലിക്കേണ്ടതായിട്ട് വന്നു. 2 പ്രതിപക്ഷ നേതാക്കന്മാരുടെ കാലത്ത് താങ്കൾ വർക്ക് ചെയ്യുന്നത്, ഒന്ന് രമേശ് ചെന്നിത്തല, രണ്ടാമത് VD സതീശൻ. ആദ്യം രമേശ് ചെന്നിത്തല എങ്ങനെയാണ് താങ്കൾ? അല്ല, രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും ഒക്കെ അവരവരുടേതായിട്ടുള്ള ശൈലികളുണ്ട്. രണ്ടുപേരും അവരുടെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചിട്ടുള്ളവരാണ്. നമ്മൾ നോക്കിക്കാണുമ്പോൾ രമേശ് ചെന്നിത്തല ആയാലും അദ്ദേഹം നിയമസഭയിൽ ഓരോ കാര്യങ്ങളും ആ കാലഘട്ടത്തിൽ ഓരോ വിഷയങ്ങൾ അഴിമതി ആരോപണങ്ങളൊക്കെ വളരെ ഓരോന്നോരോന്നായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും അത് നല്ല രീതിയിൽ നിയമസഭയിൽ അവതരിപ്പിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഒത്തിരി അവസരങ്ങൾ, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ നിയമസഭയിലെ തുടക്കക്കാരാണ്, കുട്ടികളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞങ്ങൾക്കൊക്കെ പലപ്പോഴും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വന്നു. അദ്ദേഹം കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിച്ച്, വളരെ എന്താ പറയുന്ന ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അദ്ദേഹം എല്ലാവർക്കും ഒരു മാതൃകയാണ്. കാരണം അദ്ദേഹം ഓരോ വിഷയത്തെ സംബന്ധിച്ചും വളരെ ഡെപ്തിൽ പഠിച്ച് വളരെ കൃത്യമായി അവതരിപ്പിക്കാനും അത് കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും എന്താ പറയുക ക്രിസ്റ്റൽ ക്ലിയർ ആയി ബോധ്യപ്പെടുന്ന തരത്തിൽ അത് പ്രസന്റ് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ രണ്ടുപേരും ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. ഞങ്ങൾക്കൊക്കെ അവരുടെ നേതൃത്വത്തിന് കീഴിൽ നിയമസഭയിൽ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ അഭിമാനമായിട്ടാണ് കാണുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കുറിച്ചിട്ട് എന്താണ് താങ്കൾക്കുണ്ടായുള്ള അനുഭവങ്ങൾ? അല്ല, അങ്ങനെ ഞങ്ങൾക്ക് ഒരു പേഴ്സണൽ അനുഭവങ്ങളൊന്നും നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് MLA മാർക്ക് ചെന്ന് നിവേദനങ്ങൾ കൊടുക്കുക, അവിടെ വെച്ച് തന്നെ ഒപ്പിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് അപ്പൊ തന്നെ പണം അനുവദിക്കും, MLA മാര് പറയുന്നത് കേട്ട് അപ്പൊ തന്നെ ചെയ്യും. അങ്ങനെ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ രീതി വേറെയാണ്. ഇദ്ദേഹം ഇപ്പൊ നമ്മളൊരു നിവേദനം കൊണ്ടു കൊടുത്താൽ ഇനി എന്ത് തന്നെയായാലും അവിടെ വെച്ചൊന്നും ചെയ്യില്ല. അദ്ദേഹം മേടിച്ചിട്ട് ശരി നോക്കാം എന്ന് പറഞ്ഞ് വെക്കത്തേ ഉള്ളൂ. പിന്നീടായിരിക്കും അത് പരിശോധിച്ച് അതിന്റെ എന്താ പറയുക ഒഫീഷ്യൽ റൂട്ടിലുള്ള നടപടികളൊക്കെ ആയിട്ട് അങ്ങനെ അതിന്റെ വഴിക്ക് വരിക.
പിന്നെ നിയമസഭയിൽ അദ്ദേഹം പല കാര്യങ്ങളും ഇപ്പം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അവരുടെ രാഷ്ട്രീയം അദ്ദേഹം പറയും, CPM-ന്റെ രാഷ്ട്രീയം അദ്ദേഹം പറയും. പക്ഷെ മറ്റു വിഷയങ്ങളൊക്കെ അദ്ദേഹം ഇപ്പൊ നിയമസഭയിൽ നടക്കുന്ന ഏത് ചർച്ചയിലാണെങ്കിലും അദ്ദേഹം എഴുതി തയ്യാറാക്കി കൊണ്ടുവരുന്ന ഒരു മാറ്റർ ഉണ്ട്. ആ മാറ്ററാണ് അദ്ദേഹം അവതരിപ്പിക്കുക. അപ്പോൾ അതെന്ന് പറയുന്നത് അത് ഒഫീഷ്യൽ വേർഷനാണ്. ആ ഒഫീഷ്യൽ വേർഷൻ മാത്രമേ അദ്ദേഹം അവതരിപ്പിക്കുകയുള്ളൂ. ഒരു 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 രാഷ്ട്രീയക്കാരന് സ്വന്തമായി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വേർഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വേർഷൻ നമ്മൾ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. അതാണ് എനിക്ക് മനസ്സിലായി തോന്നിയിരിക്കുന്ന ഒരു വ്യത്യാസം. അതായത് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ച് ഉണ്ടായ അനുഭവത്തിൽ അദ്ദേഹത്തിനെതിരെ ധാരാളം ആരോപണങ്ങൾ ഉണ്ടായി. ആരോപണങ്ങൾ എന്നുള്ളതിലുപരി ഒരു വ്യക്തമായ തെളിവുകൾ അടക്കം വന്നു. ഒന്ന് നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത്, അതിന് തിരിച്ച് ഡോളർ കടത്ത്, അതിനുശേഷം അതേപോലെ ആണ് ലൈഫ് മിഷൻ തട്ടിപ്പ്, അതേപോലെ തന്നെയാണ് നമ്മുടെ കരിമണലുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മകളടക്കം പ്രതിയായിട്ടുള്ള, അദ്ദേഹവും കൃത്യമായി പ്രതിയായിട്ടുള്ള കാര്യങ്ങൾ. എന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് തൊടാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയാതെ വന്നത്. അല്ല, പ്രതിപക്ഷത്തിന് തൊടാൻ കഴിയില്ല എന്ന് വെച്ചാൽ പ്രതിപക്ഷം ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ കഴുത്തിന് പിടിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് മുഖ്യമന്ത്രിയുടെ ഈ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിക്കുക, നമ്മൾ സമരം ചെയ്യുക. ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ, ബൂത്ത് തലത്തിൽ, നിയോജകമണ്ഡലം തലത്തിൽ, ജില്ലയിൽ, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ, രാജ്ഭവനിൽ, അങ്ങനെ എത്രയോ സമരങ്ങൾ നമ്മൾ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പം ആ സമരങ്ങൾ കണ്ട് അവർ അത് രാജിവെക്കണോ രാജിവെക്കണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ്. നമുക്ക് അവരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുത്ത് പിടിച്ച് നമുക്ക് രാജിവെപ്പിക്കാനോ പറഞ്ഞുവിടാനോ ഒന്നും നമുക്ക് പറ്റില്ല ജനാധിപത്യ സംവിധാനത്തിൽ. പക്ഷെ അവരതിന് തയ്യാറാവാത്ത പക്ഷം, ഇപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നു, സർക്കാരിന് അതിനകത്ത് വീഴ്ചയുണ്ട് എന്ന് അവർക്കും അറിയാം, പൊതുജനം ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അതിനോട് സർക്കാർ പ്രതികരിക്കാതെ വരുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? ജനം പ്രതികരിക്കും. അതാണ് ജനാധിപത്യത്തിൽ സാധിക്കുക. ആ ജനം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സ്വയം അല്ലെങ്കിൽ അവരുടെ വീഴ്ചകൾ അംഗീകരിക്കാതെ വരുമ്പോൾ സർക്കാരിനെ ഇത് ബോധ്യപ്പെടുത്താനായിട്ട് ജനങ്ങൾ ശ്രമിക്കും. അവരത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ ശ്രമിച്ചിട്ടുണ്ട്, സർക്കാരിനെ ഇത് ബോധ്യപ്പെടുത്താനായിട്ട്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ വികാരം പ്രതിഫലിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ജനങ്ങൾ ആ വിധിയെഴുത്ത് നടത്തിയിട്ടുണ്ട്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ കൃത്യമായ പ്രതികരണം നടത്തും. ഇപ്പം വന്നിരിക്കുന്ന മാതൃഭൂമി റിപ്പോർട്ട് പ്രകാരം, ഇന്ന് സർവേ റിപ്പോർട്ട് പ്രകാരം LDF UDF തമ്മിൽ ഒരു ടഗോവാറിലാണ് നിൽക്കുന്നത് എന്നുള്ള സ്ഥിതിയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ അല്ല, ഇപ്പൊ ഞാൻ പല സർവേകളും കാണുന്നുണ്ട്. ഇപ്പോൾ UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന സർവേ ഉണ്ട്, ഫൈറ്റ് നെക്ക് ടു നെക്ക് ആണ് എന്ന് പറയുന്ന സർവേകളുണ്ട്. അങ്ങനെ സർവേകൾ പലതുമുണ്ട്. നമുക്ക് ഈ സർവേ എല്ലാം ഇപ്പൊ UDF, ഞാൻ ഈ ഒരു സർവേയിലും ഞാൻ 100% വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്ന ഒരാളല്ല. കാരണം ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ വിധിയെഴുത്താണ് പ്രധാനം. അപ്പം ഞങ്ങൾക്ക് ആ വിധിയെഴുത്തിൽ വിശ്വാസമുണ്ട്. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ, താങ്കൾ പറഞ്ഞതുപോലെ, ഈ അഴിമതികളും ഈ സ്വജനപക്ഷപാതവും, എന്താ പറയുന്നത്, ഈ പാർട്ടിക്കാരെ വേണ്ടി മാത്രമുള്ള ഒരു ഭരണം, പാർട്ടിക്കാരെ തിരികെ കയറ്റിയുള്ള ഈ ഭരണം, അക്രമങ്ങൾ, ഇതെല്ലാം ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയം. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഗവൺമെന്റിനെതിരെ മുന്നിലുള്ളത്? താങ്കൾ ജനങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞോളൂ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ കൂടാതെ, ഒന്ന്, കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റം. ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. സാധാരണക്കാരൻ നമ്മൾ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നു എന്ന് ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, അത് വളരെ ജനങ്ങൾ ഓരോരുത്തരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, കേരളം ഇന്ന് മയക്കുമരുന്നിൻ്റെ താവളമായി. ഏത് പഞ്ചായത്തിലും ഇന്ന് കേരളത്തിൽ ഇത് ആവശ്യമുള്ള ആളുകൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് ഈ മയക്കുമരുന്ന് മാഫിയ പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. സർക്കാർ കണ്ടില്ല എന്നാണ്. സർക്കാർ കുറേ മറ്റേ ഫുട്ബോൾ കളി നടത്തി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഗോളടിച്ചതുകൊണ്ടും മീറ്റിംഗ് നടത്തിയതുകൊണ്ടും ഒന്നും ഇതില്ലാണ്ടാവില്ല. ഇതിൻ്റെ എതിരായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം ടോട്ടൽ ഫെയിലിയറായി. പല കേസ് 100 കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. 100 കേസ് രജിസ്റ്റർ ചെയ്താലും ഇതിൻ്റെ ഒറിജിൻ അന്വേഷിച്ച് ഒരു കേസിലും ആരും പോകുന്നില്ല. ഇതിപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നെ അറസ്റ്റ് ചെയ്ത്
എന്നെ അറസ്റ്റ് ചെയ്തു, എൻ്റെ എത്ര അളവ് എൻ്റെ കയ്യിലുണ്ട് എന്നനുസരിച്ചിട്ട് ഫൈൻ അടച്ചു, വിട്ടു, അല്ലെങ്കിൽ ജാമ്യം തന്നു, വിട്ടു. ഇന്ന് കേരളത്തിൽ എനിക്കിത് ആര് തന്നു? ഇന്ന് കേരളത്തിൽ ജയിലിൽ കിടക്കുന്ന പ്രതികളിൽ 70% മയക്കുമരുന്നുമായി പെട്ട കേസ്. ഞാൻ ജയിലിൽ കിടന്ന ആളാണല്ലോ. 34 ദിവസം കള്ളക്കേസ് ഒന്നപ്പെടുത്തി, 7 ദിവസം കിടത്തി വീണ ജോർജിന്റെ വക. അപ്പൊ എനിക്ക് ജയിലിൽ നിന്ന് പഠിക്കാൻ പറ്റിയ വിവരം, കേരളത്തിൽ 70%, 65% 70% പ്രതികളായി വരുന്ന, കുറ്റവാളികളായി വരുന്ന ആളുകളെല്ലാം തന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ്. അതായത് താങ്കൾ പറയുന്ന വളരെ ഭീകരമായ ഒരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കേരളത്തിലുള്ളത്. ഇത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ പഞ്ചാബിനെ കുറിച്ചും ഹരിയാനയെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ട്, കേരളത്തിൽ നടക്കുന്ന ക്രൈംസ് എടുത്തു നോക്കുക. ആ ക്രൈം ബഹുഭൂരിപക്ഷം കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ ലഹരിയുമായിട്ടുള്ള ബന്ധമുണ്ട്. പോലീസുകാരും എക്സൈസുകാരും ഒക്കെ പലയിടത്തും ഈ ലഹരി മാഫിയയുടെ ആളുകളെ പിടിക്കാൻ അവർക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പോയി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർ ഇവൻ്റെ കുടുംബത്തിൽ കയറി, പോലീസുകാരുടെ കുടുംബത്തിൽ കയറി പണിയുമോ എന്നുള്ള പേടി ഇവർക്ക് പലർക്കും ഉണ്ട്. അപ്പോൾ അത്രയും ഗുരുതരമായ ഒരു പ്രതിസന്ധി കേരളത്തിൽ നിൽക്കുകയാണ്. സർക്കാർ ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾ, സ്ത്രീകളൊക്കെ ഇത് വീക്ഷിക്കുന്നവരാണ്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ നിന്നും ഒരു തലമുറ തന്നെ പലായനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ നാട് വിട്ടു പോകാൻ നിർബന്ധിതമാവുകയാണ്. അവരോട് ചോദിച്ചാൽ അവർക്ക് നാട്ടിൽ നിൽക്കാൻ ഒരു ഇൻസെൻറ്റീവും ഇല്ല. അപ്പം നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്കിപ്പോൾ അവരോട് പോരെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ നാട് അവർക്ക് ഇവിടെ നിന്നാൽ രക്ഷപ്പെടാൻ പറ്റുമെന്നും നാടിനെ അവർക്കും കൂടി അട്രാക്റ്റീവ് ആവുന്ന തരത്തിൽ നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാനും ഒക്കെ ഈ ഭരണത്തിലിരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഒരു ബിടെക് പഠിച്ച് അല്ലെങ്കിൽ ഒരു BCom MBAയും ഒക്കെ പഠിച്ചിറങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് ഇവിടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ, ഇപ്പോൾ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയാൽ അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്? 12,000 രൂപ, 15,000 രൂപ, അല്ലേ പോട്ടെ, ചിലപ്പോൾ 20,000 രൂപ. റയർ കേസിലാണ് അതിൻ്റെയൊക്കെ മേലേക്ക് പോകുന്നതുള്ളൂ. അപ്പം ആ തുക കൊണ്ട് അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ഇവിടെ നാട്ടിൽ എന്താ പറയുന്നത്, ഹോട്ടലിൽ പണിയെടുക്കാൻ വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കിട്ടും അതിനേക്കാൾ കൂടുതൽ. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളാണിത്. അതായത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നാഷണൽ ആവറേജിനേക്കാളും ബഹുദൂരം മുന്നിലാണ് നമ്മൾ. അത്രയേറെ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഇതൊക്കെ എന്നിട്ട് ഇവർ മുഴുവൻ നാട് വിട്ടു പോവുകയാണ്. ഇവർ നാട് വിട്ടു പോകുന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷമൊക്കെ വീട് പണയപ്പെടുത്തി ലോൺ എടുത്തിട്ടാണ് ഇവർ പുറത്തു പോകുന്നത്. അവിടെ പോയാൽ പിന്നെ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. കാരണം ഈ ലോൺ അടച്ചു തീർത്തിട്ട് വേണം അവർ വരാനായിട്ട്. ഇന്ന് എത്ര ജപ്തി നോട്ടീസാണ് നമ്മുടെ നാട്ടിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്? ജപ്തി നോട്ടീസുകൾ ഇല്ലാത്ത എത്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ? ഞാൻ ചില ആളുകളോട് ചോദിക്കാറുണ്ട്, ജനം നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള വിഷയമാണ്. എത്ര ആളുകൾക്ക് അവരുടെ കിടപ്പാടത്തിൻ്റെ ആധാരം വീട്ടിലുണ്ടെന്ന് പറയാൻ പറ്റും? വലിയൊരു ശതമാനം ആളുകൾക്ക് ഇതെല്ലാം ബാങ്കിൽ വെച്ചിട്ട് വലിയ ലോൺ, ലക്ഷക്കണക്കിന് രൂപ വായ്പയെടുത്ത് ആ വായ്പ തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഇവരുടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വരുമാനം നിലച്ചു. കാർഷിക മേഖലയിൽ വരുമാനമില്ല. കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയിലാണ്. മലയോര മേഖല വന്യജീവി ആക്രമണം കൊണ്ട് ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. അവിടെ ജീവിക്കാൻ പറ്റത്തില്ല, കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അത് കാർഷിക മേഖലയിലും മലയോര മേഖലയിലും ഉള്ള പ്രശ്നം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മറ്റ് തരത്തിൽ ഏതെങ്കിലും ജോലി എടുത്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അവർക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ്? ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ഉണ്ടായിരിക്കുന്നതിൻ്റെ തകർച്ചയുടെ പ്രതിഫലനമാണ് നമ്മൾ ഈ എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ ഈ ദുരിതങ്ങളൊക്കെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെയാണ് ജനങ്ങൾ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. അവർക്കറിയാം, കാരണം അവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതിൽ ഈ സർക്കാർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് സമരം ചെയ്യാനല്ലേ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ പ്രക്ഷോഭങ്ങൾ നടത്താൻ നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. നിരാഹാരം കിടക്കുന്നുണ്ട്, സത്യാഗ്രഹം കിടക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സർക്കാർ ഇതൊന്നും കണ്ട് പിണറായി വിജയന് മനം മാറും എന്ന് ഞങ്ങളാരും കരുതൊന്നുമില്ല. പക്ഷെ ഇത് കാണുന്ന ജനമുണ്ട്. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്കാണ് പോവുക. അപ്പോൾ ജനങ്ങൾ അതിനകത്ത് കൃത്യമായ വിധിയെഴുത്ത് നടത്തും.
ജനങ്ങൾ വിധിയെഴുത്ത് നടത്തി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തികഞ്ഞ വിശ്വാസമുണ്ട്. ഭരണവിരുദ്ധ വികാരം എത്രമാത്രം സമൂഹത്തിൽ ഉണ്ടെന്നാണ് കരുതുന്നത്? വളരെ അധികമായിട്ടുണ്ട്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് അങ്കമാലിയിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം 16 ഇത്തവണ അങ്ങേരെ ഭൂരിപക്ഷം. അല്ല, അത് ഇപ്പൊ ഒന്ന് നമ്മൾ മത്സരിക്കുന്ന കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലവും ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 5 വർഷക്കാലം എങ്ങനെയാണോ അങ്കമാലിയിൽ പ്രവർത്തിച്ചത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്? നല്ല ഭൂരിപക്ഷത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ചത്. നമ്മൾ ഒരു പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലാ 7 പഞ്ചായത്തുകൾ നമ്മൾ വിജയിച്ചു. ഒരു പഞ്ചായത്ത് മാത്രം അങ്കമാലി മുനിസിപ്പാലിറ്റി കിട്ടി. അപ്പം നല്ല വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, കേരളത്തിലെ ജനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് അങ്കമാലിയിലെ ജനങ്ങളും UDFന്റെ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത് കാണാൻ വേണ്ടി പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അങ്കമാലിയിൽ UDFന്റെ സ്ഥാനാർത്ഥി ആരായാലും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഈ ഭരണവിരുദ്ധ വികാരത്തിൽ ഏറ്റവും പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലമാണ് ശബരിമല. അതെ, അതൊക്കെ വിഷയം ഇതെല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ നമ്മൾ കുറേ അധികം നമുക്ക് പറയാം. ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ശബരിമല എന്ന് പറയുന്ന എത്രയും പരിപാവനമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം, അല്ലെങ്കിൽ ഒരു പുണ്യമായിട്ടുള്ള സ്ഥലം, അവിടെ പോലും പോയി കളവ് നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? സാധാരണ നമ്മൾ പറയാറുണ്ട്, കള്ളന്മാരൊക്കെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ വെറുതെ വിടും, കാരണം അവർ വിശ്വാസികളായതുകൊണ്ട്. ഇത് CPMകാർ അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർ അമ്പലത്തിലും കക്കും പള്ളിയിലും കക്കും, അവസരം കിട്ടിയാൽ എവിടെയും കയറി കക്കും എന്നുള്ള സ്ഥിതിയിലാണ്. അപ്പോൾ ശബരിമലയിലൊക്കെ നമ്മൾ കണ്ടത് അതാണ്. എത്ര വലിയ കൊള്ളയാണ് നടത്തിയത്. അത് കൊള്ള നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു തവണയല്ല. ഈ കൊള്ള പുറത്തു വന്ന എങ്ങനെയാണ്? 2019 നടത്തിയ കളവ് വീണ്ടും 2024 നടത്താൻ ശ്രമിച്ചപ്പോഴാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ അത്രയും വലിയ കളവ്. ഇപ്പോൾ അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്തിയിട്ടുള്ള കളവുകൾ, ഏത് ദുരന്തം ഉണ്ടായാലും, ഇപ്പോൾ പ്രളയം ഉണ്ടായപ്പോൾ ആ പ്രളയ ഫണ്ടിൽ തിരിമറി നടത്തി. കോവിഡ് വന്നപ്പോൾ അതിൽ തിരിമറി നടത്തി. PPE കിറ്റ് മേടിച്ചതിനകത്തും അതുപോലെ തന്നെ ഗ്ലൗസ് മേടിച്ചതിനകത്തും എല്ലാം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മാസപ്പടി, അതുപോലെ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, കരിമണലുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള അഴിമതികൾ, അങ്ങനെ ഈ ഗവൺമെന്റ് ഒരു തരത്തിൽ പറഞ്ഞാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. ഏത് വകുപ്പാണ് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത്? ഇതിന്റെ എല്ലാം നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. ഇതിന്റെ എല്ലാം ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. കാരണം ഈ ഭരണം എന്ന് പറയുന്നത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഡൽഹിയിൽ നരേന്ദ്രമോദി ഭരണത്തിന്റെ ഒരു കേരള പതിപ്പ്, അതിന്റെ ഒരു കോപ്പിയാണ് ഇവിടുത്തെ പിണറായി വിജയൻ ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രിമാർക്കൊന്നും വലിയ റോള് ഒരു കാര്യത്തിലുണ്ടെന്നൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. കാരണം അവരൊക്കെ ഞങ്ങളൊക്കെ പല മീറ്റിങ്ങുകളിലും പോകുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, മിനിസ്റ്റേഴ്സിനൊന്നും ഒരു കാര്യത്തിലും സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പോലും അവർക്ക് ഇല്ല. എന്ത് തീരുമാനമോ അഭിപ്രായങ്ങളും ഒക്കെ CMന്റെ ഓഫീസിൽ നിന്ന് പറയുന്നതിനനുസരിച്ചാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇവർക്കാർക്കും റോളില്ല. അപ്പോൾ ഈ ഭരണത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഒരൊറ്റ വ്യക്തിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറെ ആളുകളുമാണ്. ഇപ്പൊ ശബരിമല നടന്ന കൊള്ളയുടെയൊക്കെ കൃത്യമായിട്ടുള്ള നായകൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ. ശബരിമലയിലെ കൊള്ളയില് മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രി എന്തുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടി എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല? ഇവർക്ക് ഇതുമായിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ല, അല്ലെങ്കിൽ ഇവർക്കിതിനെ ഒരു തരത്തിലുള്ള താല്പര്യവും ഇല്ലെങ്കിൽ, ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് സുപ്രീം കോടതി പോലും ജാമ്യം കൊടുക്കാതെ ജയിലിൽ കിടന്ന ആളുകളെ പാർട്ടി ഇപ്പോഴും സംരക്ഷിക്കുകയാണ്, പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ പാർട്ടിക്ക് ഇത്ര താല്പര്യം ഇവരുടെ കാര്യത്തില്? പിണറായി വിജയൻ അറിയാതെ അവിടെ നിന്ന് ഒരു ഈച്ച പോലും അനങ്ങില്ല എന്നുള്ളത് ഇരിക്കെ എന്തുകൊണ്ടാണ് താങ്കൾ പിണറായി വിജയന്റെ പേര് പറയാൻ മടിക്കുന്നത്? അല്ല, നമുക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ മടിയൊന്നുമില്ലല്ലോ, ഞങ്ങളത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതിനകത്ത് ഈ ആളുകളെ, അതായത് ദേവസ്വം ബോർഡിനെ നിയമിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടാണ്. ദേവസ്വം ബോർഡിലുള്ള ആളുകൾ മുഴുവനും CPMന്റെ ആളുകളാണ്. ഈ ആളുകൾ മുഴുവൻ പ്രതികളായി. അവരെ മുഴുവൻ സംരക്ഷിക്കുന്നത് ഇതേ പാർട്ടിയാണ്. അവർക്കെതിരെ ഒരു ചെറുവിരലനക്കാനോ അവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കാൻ പോലും ഈ CPM മുഖ്യമന്ത്രിയും തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ അവര് കള്ളനെ കഞ്ഞി വെച്ചവരാണ് ഇവരെല്ലാം. ആരോഗ്യവകുപ്പിനെ കുറിച്ചുള്ള ആരോഗ്യവകുപ്പിലാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം വിവാദങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ഫസ്റ്റ് ഫൈറ്റ് ചെയ്ത് തുടങ്ങിയത് വീണ ജോർജിനെതിരെയാണ്. ഈ ആരോഗ്യവകുപ്പ്
എന്ന് മാത്രമല്ല നമ്മുടെ പല വകുപ്പുകളും അവർ വലിയ PR എക്സസൈസാണ്. ഈ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത അതാണ്. ഭയങ്കര പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, വലിയ PR എക്സസൈസ് നടത്തുന്നു, എന്താണ്ടൊക്കെയോ ചെയ്യുന്നു എന്നുള്ള വലിയൊരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പലതും നടക്കുന്നില്ല. ആരോഗ്യവകുപ്പിൽ നമ്മളറിയാം, മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജിൽ സർജറിക്ക് സൂചി നൂലും ഇല്ല എന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല പറയുന്നത്, ഇത് അവിടുത്തെ ഒരു യൂറോളജി വിഭാഗത്തിന്റെ മേധാവിയാണ് പറയുന്നത്. അതുപോലെ തന്നെ മരുന്നില്ല എന്നും ആശുപത്രികളിൽ പോകുന്ന രോഗികൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ ദൈനംദിനം എന്നവണ്ണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെഡിക്കൽ കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ നമുക്കറിയാം. കിടക്കാൻ ബെഡില്ല, അല്ലേ? ഞങ്ങളൊക്കെ എത്ര പേര് നമ്മളെ വിളിക്കുന്നത്, ആശുപത്രിയിൽ പോയാൽ അല്ലെങ്കിൽ ഒരു MRI സ്കാൻ ചെയ്യണമെങ്കിൽ എത്ര ആഴ്ചകൾ ആളുകൾ കാത്തു നിൽക്കേണ്ടതായിട്ടുണ്ട്. ഒരു ബൈപ്പാസ് സർജറി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി സർക്കാർ ആശുപത്രി ചെയ്യണമെങ്കിൽ MLA ശുപാർശ വേണം, അല്ലെങ്കിൽ MP ശുപാർശ വേണം, അല്ലെങ്കിൽ ആളുകൾ കാത്തുകെട്ടി നിൽക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് ആരോഗ്യവകുപ്പിന്റെ അവസ്ഥ. പക്ഷേ വലിയ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മന്ത്രിയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ മന്ത്രി ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് അതിനു മുമ്പ് ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. ശൈലജ ടീച്ചർ ഈ കോവിഡിന്റെ കാലത്തിലൊക്കെ അവർക്കൊരു വലിയ പബ്ലിസിറ്റി ഉണ്ടായി. അവർ കോവിഡിന്റെ പ്രതിരോധത്തിലൊക്കെ അവർ വലിയ റോൾ വഹിച്ചു എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീതി സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയായി വരുന്നത്. സത്യത്തിൽ ശ്രീമതി വീണ ജോർജ് ചെയ്തത് ഈ ശൈലജ ടീച്ചറുടെ എന്താ പറയുക, നമ്മൾ ശൈലജ ടീച്ചറുടെ മേലെയുള്ള വലിയ ആളാവാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ് അവർ. ഞാൻ ശൈലജ ടീച്ചറേക്കാൾ വലിയ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തി. അവർ ശൈലജ ടീച്ചറുടെ 7 അയലക്കത്ത് പോലും എത്തിയില്ല, അവർ അമ്പെ പരാജയപ്പെട്ടു പോയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ അടുത്ത കാലത്ത് കണ്ണൂരിൽ നടന്ന അവരുടെ നാടകം, അതായത് താങ്കളുടെ KSU എന്ന് പറയുന്നത് താങ്കളുടെ ഒരു വികാരമാണല്ലോ, അതിലൂടെ പ്രവർത്തിച്ചിട്ടാണ്. ആ KSU കുട്ടികൾ അവിടെ കരിങ്കൊടി കാണിച്ചതിന് അവർ കാട്ടിക്കൂട്ടിയ നാടകത്തെ അതൊക്കെ എല്ലാം ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാണ്. എല്ലാവരും കണ്ട കാര്യങ്ങളല്ലേ. അവര് എങ്ങനെയാണ് കുട്ടികൾ ആക്രമിച്ചു എന്നാണല്ലോ, ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ 4 KSUക്കാരായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു 40 പോലീസുകാരുണ്ടായി അവിടെ. ഈ KSUക്കാർ മുദ്രാവാക്യം വിളിച്ചു പോയി. ഈ 4 KSUക്കാർ 40 പോലീസുകാരുടെ നടുക്ക് നിൽക്കുന്ന മന്ത്രിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ആ 40 പോലീസുകാരെ ആദ്യം സർവീസിൽ നിന്ന് വിളിച്ചു വിടണം. അതല്ല ചെയ്യേണ്ടത്. ഈ 4 KSUക്കാർ പോയി 40 പോലീസുകാരുടെ നടുക്ക് നിൽക്കുന്ന മന്ത്രിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ആ 40 പോലീസുകാരും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരാണ്. അവർ ഒരു നിമിഷം സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇനി അവർ മന്ത്രിനെ ആക്രമിക്കാൻ പോയിട്ട് അവരുടെ നിഴല് പോലും മന്ത്രിയുടെ ദേഹത്ത് വീണിട്ടില്ല എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. മറിച്ച് മന്ത്രിയാണ് ഇവരോട് മെക്കിട്ട് കയറുന്നത്. ഇപ്പം നമ്മളൊക്കെ പൊതുപ്രവർത്തകനായിട്ടിരിക്കുമ്പോൾ, MLA ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി DYFIക്കാരും SFIക്കാരും ഒക്കെ മാർച്ച് നടത്തി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പലരുടെയും ഓഫീസുകളിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മളെ കരിങ്കൂടി കാണിക്കാൻ വരും, ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ അവരോട് മെക്കിട്ട് കയറാനൊന്നും പോകാറില്ല. ഇതൊക്കെ ജനാധിപത്യത്തിൽ ഇതൊക്കെ പ്രതിഷേധങ്ങളുണ്ടാവും, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. നമ്മളത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കുറച്ച് രാഷ്ട്രീയ പക്വതയും വിവേകവും ഒക്കെ ഉള്ള ആളുകൾ ചെയ്യുന്നത്. ഇത് മന്ത്രി അവരോട് മെക്കിട്ട് കയറാൻ പോവാണ്. ഏതാണ്ട് ഈ ഹീറോയിസം കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വലിയ വീരകൃത്യം പോലെ അവർ അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ഒന്നും നടക്കാതെ പോകുന്നു. പിന്നെ ഒടുവിൽ വളരെ കൂളായി ചിരിച്ച് കളിച്ച് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയ മന്ത്രിക്ക് വേഗം മറ്റേ കഴുത്തിന് വേദന ഉണ്ടാവുന്നു. പിന്നെ സ്പീക്കർ ഡിക്ലെയർ ചെയ്യുന്നു, മന്ത്രി ആക്രമിക്കപ്പെട്ടു, മന്ത്രിക്ക് പരിക്ക് പറ്റിയെന്ന് സ്പീക്കർ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് സ്പീക്കറുടെ വഴിക്ക് പോകണു. മുഖ്യമന്ത്രി വേഗം സ്ഥലത്തെത്തുന്നു. ഇതൊക്കെ ഇത്തരം ഞാൻ പല പരിപാടികളിലും പോകുമ്പോൾ KSUക്കാരോടും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ക്യാമ്പിൽ പോകുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പഴയ കാലഘട്ടമല്ല. പണ്ട് ഡിജിറ്റൽ യുഗമാണ്. പണ്ട് നമ്മളെ രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ ജനം മനസ്സിലാക്കുന്നത് പത്രത്തിൽ വായിച്ചാണ്. ഇപ്പൊ AK ആന്റണി ഇന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഇന്ന പ്രസ്താവന പത്രത്തിൽ വായിച്ചിട്ടാണ് നമ്മൾ ഓരോ നേതാക്കന്മാരെ കുറിച്ചും അഭിപ്രായം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 24/7 ആളുകൾ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിലെ നമ്മുടെ ജെന്യൂനിറ്റി പോലും നമ്മുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാനുള്ള കഴിവ് ജനത്തിനുണ്ട്. നമ്മൾ പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് നമ്മുടെ മുഖത്തുനിന്ന് ജനം വായിച്ചെടുക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആളുകളോട് പറയും,
ഉഡായിപ്പ് കാണിച്ച് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധത പുലർത്തുക. എന്തായാലും ഇപ്പോൾ ഒരു പറ്റാത്ത കാര്യമാണെങ്കിൽ പറ്റില്ല എന്ന് പറയുക. ഒരാൾ എൻ്റെ അടുത്ത് ആവശ്യമായിട്ട് വരുന്നത്, ചില ആളുകൾ വന്നു വെച്ചിട്ട് നമ്മുടെ അടുത്ത് നടക്കാത്ത കാര്യം കൊണ്ട് വരും. ഒരിക്കലും നടക്കില്ല എന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യമായിട്ട് ചിലപ്പോൾ ആളുകൾ വരും. ഞാൻ അവരോട് പറയും, ചേട്ടാ നടക്കില്ല, നിങ്ങൾ വെറുതെ ഇതിനു വേണ്ടിയിട്ട് എൻ്റെ പിന്നാലെ നടന്ന് നിങ്ങളുടെ സമയം കളയണ്ട, എൻ്റെ സമയം കളയണ്ട. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആളുകളോട് പറയുന്നത്, നമ്മൾ ലൊട്ടിലൊടുക്ക് പരിപാടികൾ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് കുറച്ച് കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ പബ്ലിസിറ്റിയും ആളുകൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഈ നമ്പറുകളൊക്കെ കണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ കുറച്ചൊരു കവറേജ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ലോങ് ടൈമിൽ സസ്റ്റെയിൻ ചെയ്യില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധത ഉണ്ടാവണം. മന്ത്രിക്ക് ഇവിടെ സംഭവിച്ചത്, മന്ത്രി ഇത് വലിയ ഒരു വീരകൃത്യമായിട്ട് ഏതാണ്ട് വലിയ സംഭവമായിട്ടൊക്കെ വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഇത് മുഴുവൻ ജനം വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് ആ ബോധ്യം ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ഈ നാടകം പൊളിഞ്ഞു പോയത്. താങ്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ശേഷം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് ഛത്തീസ്ഗഡിൽ പോയി 2 കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തിയെന്ന പേരിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസിൽ അവിടെ ചെന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്തു. അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അവരുടെ സഹോദരന്മാർ താങ്കളെ കെട്ടിപ്പിടിച്ച് പറയുന്ന, വളരെ വികാരത്തോട് പറയുന്ന ഒരു രംഗമുണ്ട്. അതിൽ പറയുന്നത് എൻ്റെ സഹോദരനാണ്, അല്ലാതെ നിങ്ങൾ MLA ആയിട്ടല്ല എന്ന്. ആ അനുഭവം ഒന്ന് പ്രേക്ഷകരോട് പങ്കിടാം, ഉണ്ടായ സംഭവം. അല്ല, ഞാൻ അതിനകത്ത് 2 കന്യാസ്ത്രീകൾ അവിടെ ജയിലിലാവുന്നു. അപ്പോൾ ഒരാൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ട ആളാണ്. ഞാൻ ആ വീട്ടിൽ പോയി. അപ്പോൾ തന്നെ അറിഞ്ഞപ്പോൾ തന്നെ അവിടെ ചെന്നപ്പോൾ അവർക്ക് കൃത്യമായ ധാരണയൊന്നുമില്ല. കാരണം ഇവർ രണ്ടുപേരും ജയിലിലായി എന്ന് മാത്രമേ അറിയുള്ളൂ. കൂടുതൽ വിവരങ്ങളൊന്നും ഇവർ ബന്ധപ്പെട്ടിട്ട് ഒന്നും അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അവരാകെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് തോന്നി വിഷയം ഗൗരവമാണ്. ഞാൻ എൻ്റെ ഛത്തീസ്ഗഡിലുള്ള സുഹൃത്തുക്കളെ ഞാൻ ബന്ധപ്പെട്ടു. എനിക്ക് ഇവർ ജയിലിൽ കിടന്ന ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള നമ്മുടെ, ഞാൻ ഈ നേരത്തെ ഡൽഹിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് ഉള്ള ഒരു ഗുണം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്തിൻ്റെ ഏത് സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഏത് മുക്കിലും മൂലയിലും നമുക്കൊരു വിഷയം ഉണ്ടായാൽ വിളിക്കാൻ ആരെങ്കിലും ഉണ്ടാവും അവിടെ. അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഛത്തീസ്ഗഡിലെ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചു. പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ, MLA മാരൊക്കെ ഉണ്ട്, ഞാൻ അവരെ വിളിച്ചു. അപ്പം തന്നെ അവരെന്നോട് പറഞ്ഞു, ഇത് ഇച്ചിരി സീരിയസ് ആണ് വിഷയം, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവർ അകത്ത് പോയി, ഇവരെപ്പോൾ പുറത്തിറങ്ങുന്ന ഒരു ഐഡിയ ഇല്ല. കാരണം ഇവിടെ ചിത്രം വേറെയാണ്. നമ്മൾ കണ്ട ചിത്രം എന്ന് പറയുന്നത് നിരപരാധികളായ 2 കന്യാസ്ത്രീകൾ ജയിലിലടയ്ക്കപ്പെട്ടു എന്നാണ് നമ്മളുടെ മുമ്പിലുള്ള ചിത്രം. പക്ഷെ ഛത്തീസ്ഗഡിൽ അവതരിപ്പിക്കപ്പെട്ട ചിത്രം നേരെ തിരിച്ചാണ്. അതായത് 2 ആദിവാസി യുവതികളെ തട്ടിക്കൊണ്ടുപോകാൻ, ബലമായി തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തി 2 കുട്ടികളെ, പ്രായപൂർത്തിയാവാത്ത 2 കുട്ടികളെ ബലമായി അവരുടെ സമ്മതം കൂടാതെ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്താൻ ശ്രമിച്ച 2 കന്യാസ്ത്രീകളെ പോലീസ് ജയിലിലിട്ടിരിക്കുന്നു. പോലീസ് ഏതാണ്ട് വലിയ വീരകൃത്യം ചെയ്ത രീതിയിലാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇവർ ഏതാണ്ട് തീവ്രവാദികളെ കാണുന്ന രീതിയിലാണ് ഈ കന്യാസ്ത്രീകളെ അവിടുത്തെ മീഡിയ പോർട്രേ ചെയ്ത് ചിത്രീകരിച്ചിരുന്നത്. എൻ്റെ അടുത്ത് അവിടെ നിന്നുള്ള ആളുകൾ എന്നോട് ഇത് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം വിഷയമാണ്. ഞാൻ ആലോചിച്ചു എന്താ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് എന്തായാലും അത്യാവശ്യം പരിചയമൊക്കെ ഉണ്ടല്ലോ, നേരെ പോയേക്കാന്ന് വിചാരിച്ചു. ഞാൻ അന്ന് രാത്രി തന്നെ ഞാൻ ഛത്തീസ്ഗഡിന് പോവുകയാണ് ഉണ്ടായത്. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. താങ്കളുടെ യാത്രയൊക്കെ കേരള ജനത പൂർണ്ണമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഞാൻ ഇവരെ കാണാൻ വേണ്ടി ജയിലിൽ ചെന്ന് ഇവരെ ആദ്യം കാണാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് ജയിലിൽ കാണാൻ പോലും അനുമതി തരുന്നില്ല. പിന്നെ നമ്മൾ പല മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടിട്ട് അവസാനം ഒടുവിൽ കാണാൻ അനുമതി തരുന്നു. പക്ഷെ കണ്ടപ്പോൾ അവർ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ, നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു, അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലായി പൂർണ്ണമായിട്ടും അവരെ ഫ്രെയിം ചെയ്തതാണെന്നും അവർ ഒരു തെറ്റും ചെയ്യാതെ അവരെ ജയിലിലിട്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അവിടുന്ന് വേണമെങ്കിൽ അവരെ കണ്ട് അവരോട് 2 വാക്കൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ തിരിച്ചു പോരാം. അപ്പോൾ എനിക്ക് തോന്നി അപ്പം ഞാൻ അന്വേഷിച്ചപ്പം പല കേസുകളും എനിക്കറിയാൻ പറ്റി. അവർ തന്നെ നമ്മളോട് പറഞ്ഞു, മാസങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായി പറയാം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മളോട് അവിടെയുള്ള ചില മിഷണറി ആളുകൾ, വൈദികർ നമ്മളോട് പറഞ്ഞത്, ഉടനെയെങ്കിലും ജാമ്യം കിട്ടൂല. ഒരാൾ നമ്മുടെ അടുത്ത ഒരാൾ പറഞ്ഞതാണ്, അവിടെ ഒരു അച്ഛനെ പോക്സോ കേസിൽ പെടുത്തി ജയിലിലിട്ടു. അച്ഛനെ ഏതാണ്ട് 60 ദിവസം ജയിലിൽ കിടന്നു. 60 ദിവസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടിയത്. അപ്പോൾ അവർ അതുപോലെ തന്നെ നിരവധി ക്രിസ്ത്യൻ മിഷണറിമാർ, പാസ്റ്റർമാരൊക്കെ ജയിലുകളിൽ കിടക്കുന്നുണ്ട്, പല ജയിലുകളിൽ കിടക്കുന്നുണ്ട് അവിടെ. ഇതുപോലെ ഓരോ കേസുകൾ ചുമത്തിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർക്കൊന്നും പെട്ടെന്ന് പുറത്തിറങ്ങാനായിട്ടുള്ള പ്രതീക്ഷ പോലുമില്ല.
അപ്പൊ അതുപോലൊരു കേസായി ഈ കന്യാസ്ത്രീകളും ചിലപ്പോൾ മാസങ്ങളോളം ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് നമ്മൾ പിന്നെ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുന്നതും പിന്നെ നമ്മളെല്ലാവരെയും ബന്ധപ്പെടുന്നു. കൂടുതൽ നേതാക്കന്മാര്, എം പിമാര്, കേരളത്തിൽ നിന്നുള്ളവരും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള നേതാക്കന്മാരൊക്കെ അവിടെ എത്തിക്കുന്നു. അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടി. അങ്ങനെയാണ് നമ്മൾ പുതിയ വക്കീലിനെയൊക്കെ കണ്ടെത്തി കേസൊക്കെ കൊടുത്ത് പാർലമെന്റിൽ ഈ വിഷയം വരുന്നു. അങ്ങനെ ഒടുവിൽ അവർക്ക് ജാമ്യം കിട്ടി പുറത്തു വരുന്നത്. 6 ദിവസം 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ ജാമ്യം കിട്ടി പുറത്തു വരുന്നത്. അപ്പം അത് നമ്മൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നമുക്ക് അവരോടൊപ്പം നിൽക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അത് ചെയ്തു. അതിൽ കുട്ടികളുടെ കൈവശം പൈസയൊക്കെ പിടിച്ചു എന്ന് പറയുന്ന വലിയ അതൊക്കെ വെറുതെ ആയിരുന്നു. കുട്ടികളുടെ കൈവശം പൈസ എന്ന് പറയുന്നത് സ്വാഭാവികമായും അവരൊരു യാത്ര പോകുമ്പോൾ അവരുടെ കയ്യിൽ ഏതാണ്ട് 2000 രൂപയോ അങ്ങനെ കണ്ട് ചെറിയ തുകയാണ് അവരുടെ കയ്യിലുള്ളത്. പിന്നെ ഇവരെ മതപരിവർത്തനം നടത്തി എന്ന് പറയുന്നതിനകത്ത് ഇതിനകത്ത് ഒരാള്, ഈ 2 കുട്ടികളിൽ ഒരാള് ഓൾറെഡി അവര് ക്രിസ്ത്യനാണ്. അവര് നേരത്തെ തന്നെ അവരുടെ കുടുംബം ക്രിസ്തുമതം സ്വീകരിച്ചവരാണ്. അപ്പോൾ അവരെ പിന്നെ വീണ്ടും മതപരിവർത്തനം നടത്തി എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ. അപ്പോൾ മാത്രവുമല്ല അവിടെയൊക്കെ ഉള്ള കന്യാസ്ത്രീകളായാലും അച്ഛന്മാരായാലും ഒക്കെ അവർ നടത്തുന്ന പ്രവർത്തനം എന്താ നമുക്ക് നന്നായിട്ട് അറിയാം. അവർ ആദിവാസി മേഖലയിലെ എന്താ പറയുന്ന വെള്ളവും ഭക്ഷണവും മരുന്നും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഈ കന്യാസ്ത്രീകളൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അതിശയിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഞാൻ ഈ ഛത്തീസ്ഗഡിൽ ഈ പറയുന്ന മേഖലയിലൊക്കെ മാസങ്ങളോളം താമസിച്ചിട്ടുള്ള ആളാണ്. NSY പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടുത്തെ ആദിവാസി മേഖലകളിലേക്ക് അവസ്ഥ ഞാൻ നന്നായിട്ട് എനിക്കറിയാം. നമുക്കൊരു എന്താ പറയുന്നത്, അവിടെ ഒരു വീടെന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ചെറ്റക്കുടിൽ എന്ന് പറയില്ല, അങ്ങനത്തെ ചെറ്റക്കുടിൽ താമസിക്കുന്ന ആദിവാസി സമൂഹങ്ങളുണ്ട്. അപ്പം അവർക്ക് മരുന്ന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും വിദ്യാഭ്യാസം കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവർ നടത്തുന്നത്. അപ്പം അതിനെ മതപരിവർത്തനമായിട്ട് ചിത്രീകരിച്ച് അവരെ അറസ്റ്റ് ചെയ്യുക, അവരെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. താങ്കൾ ഇവിടെ വന്നപ്പോൾ അവരുടെ സഹോദരന്മാർ കെട്ടിപ്പിടിച്ച് അത് വലിയൊരു വാർത്തയായിരുന്നു. വാർത്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിൽ വല്ലാത്ത വിഷമം ഉണ്ടാക്കിയത് കാര്യം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ അല്ല, ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഈ ഒരു ഇതിലൊരു സിസ്റ്ററുടെ സഹോദരനെയും കൊണ്ടാണ് ഞാൻ പോയത്. കാരണം അവർക്കും എന്താ ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു പോവാം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് എന്നോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു, ഈ സഹോദരനും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചത്. ഈ കന്യാസ്ത്രീയുടെ സഹോദരനും ഞാനും ഒക്കെ ഒരു സ്ഥലത്താണ് താമസിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ 7-8 ദിവസങ്ങളിൽ നമ്മൾ അവിടെ ഇതിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ അദ്ദേഹം നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായും ജാമ്യം കിട്ടിയപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു വികാര പ്രകടനമായിരുന്നു അത്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഈ ക്രിസ്ത്യൻ സമുദായത്തെ BJPയിലേക്ക് അടുപ്പിക്കുന്ന പല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സഭകളെ അവർ നേരിട്ട് കാണുന്നു, അവർ അവരുടെ എല്ലാ സഹായങ്ങളും പ്രഖ്യാപിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്തിയാൽ മാത്രമേ BJP വളർച്ച ഉണ്ടാവുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടുകൂടെ മുന്നോട്ട് പോകുന്നത്. താങ്കൾ പറഞ്ഞ ഈ പ്രവർത്തനവും ഇവിടെയുള്ള കാഴ്ചപ്പാടും തമ്മിൽ വിലയിരുത്തുമ്പോൾ എന്താണ് പറയാനുള്ളത്? അല്ല, അത് BJP രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നടത്തുന്ന നാടകങ്ങളാണിത്. അവര് BJPയുടെ ക്രൈസ്തവ സമൂഹത്തോടോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തോടോ ന്യൂനപക്ഷങ്ങളോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പം കേരളം വിട്ട് കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്ത് പോയാലും, കർണാടകയിലായാലും ഉത്തർപ്രദേശിലായാലും മറ്റേ ബീഹാറിലായാലും ഛത്തീസ്ഗഡ്, ഒറീസ, ഈ സംസ്ഥാനങ്ങളിലെല്ലാം ക്രൈസ്തവ സഭകൾ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ പീഡിപ്പിക്കപ്പെടുകയാണ്. അവരുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് കർണാടകയിലെ ചുമതലയുണ്ടായി. അവിടെ ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എനിക്കവിടെ ചുമതലയുള്ള സമയത്ത് ഞാൻ പല സ്ഥലത്തും പോയപ്പോൾ അവിടെ അവർ പറയുന്നത്, ഇപ്പോൾ സഭയുടെ കീഴിലുള്ള ഒരു സ്കൂളിൽ, നമുക്കറിയാം എവിടെയൊക്കെ ഒരു സഭയുടെ കീഴിലുള്ള ഒരു സ്കൂളാണെങ്കിൽ അവിടെ ചിലപ്പോൾ ക്രിസ്തുവിൻ്റെ രൂപം വയ്ക്കും, അല്ലെങ്കിൽ കുരിശുരൂപം വയ്ക്കും, സ്കൂളിൻ്റെ മേലെ വയ്ക്കും. അതൊക്കെ സ്വാഭാവികമാണ്, ഇവിടെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഏത് മതത്തിൻ്റെ പേരിലാണ് അവരുടെ സിമ്പിൾസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അതൊന്നും അവിടെ വയ്ക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ സ്കൂൾ നടത്തിക്കോ, ഇവിടെ ക്രിസ്തുവിൻ്റെ രൂപം വയ്ക്കാനോ കുരിശുരൂപം വയ്ക്കാനോ അനുവാദമില്ല. അല്ലെങ്കിൽ അവിടെ അത്തരത്തിലൊരു എന്താ പറയുന്നത്, ഒരു പട്ടം കാണാൻ പോലും സമ്മതിക്കാത്ത, ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം അനുവദിക്കാത്ത സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ കുർബാനയ്ക്ക് ദിവ്യബലി അർപ്പിക്കാനോ അല്ലെങ്കിൽ പ്രെയർ മീറ്റിങ്ങിനോ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയാൽ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷം വടക്കേന്ത്യയിൽ എമ്പാടുമുണ്ട്. മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ്, എത്രയോ പള്ളികളാണ് ആക്രമിക്കപ്പെട്ടത്, എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പോൾ
ഇത് രാജ്യത്തെമ്പാടും നടക്കുകയാണ്. കേരളത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേകതരം ക്രൈസ്തവ പ്രേമം, അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ട് എങ്ങനെയെങ്കിലും 10 വോട്ട് മേടിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ഒരു ചിന്ത മാത്രമാണ്. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഈ കാണിക്കുന്ന സ്നേഹത്തില്, സമീപനത്തില് സത്യസന്ധതയുണ്ടോ ആത്മാർത്ഥതയുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് അവർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടുള്ള ചെപ്പടി വിദ്യ മാത്രമാണെന്നും യഥാർത്ഥത്തിൽ ഇവരുടെ ക്രൈസ്തവ സമൂഹത്തോടുള്ള സമീപനം എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും. ഈ മധ്യമേഖലയിൽ ഏറ്റവും അധികം കുറച്ച് ശക്തിയുള്ള സംഘടനയാണ്, പാർട്ടിയാണ് 2020. അവരിപ്പം BJPയുമായി ചേർന്നിരിക്കുന്നു. ഈ 2020ൻ്റെ അടിത്തറ ക്രിസ്ത്യൻ വോട്ടുകളാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് എത്രമാത്രം നമ്മളെ ബാധിക്കും? അല്ല, 2020യുടെ ഗതികേടെന്ന് എനിക്കിതിനകത്ത് പറയാനുള്ളൂ. ഒന്നും സംഭവിക്കില്ല. 2020 അവരൊരു നിഷ്പക്ഷമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ പ്രവർത്തിച്ച സമയത്ത് കിട്ടിയ അത്രയും പോലും പിന്തുണ അവർ NDAയുടെ ഭാഗം, BJPയുടെ ഭാഗമായി നിൽക്കുമ്പോൾ കിട്ടില്ല. കഴിഞ്ഞ തവണ അങ്കമാലിയിലും 2020 കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020യുടെ സ്ഥാനാർത്ഥി അങ്കമാലിയിൽ ഉണ്ടായിരുന്നില്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു അതെന്തുകൊണ്ടാണ് അവര് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്, നിഷ്പക്ഷ സമീപനമാണ്, പുതിയൊരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവർ കടന്നു വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ ആളുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയവാദികളായിട്ടുള്ള കുറേ ആളുകൾ, അല്ലെങ്കിൽ ഈ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊക്കെ ചില തരത്തിലുള്ള അവമതിപ്പുള്ള ആളുകളൊക്കെ കുറെ 2020ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അവർ BJPയുടെ ഭാഗമായതോടുകൂടി ഇവരുടെ യഥാർത്ഥ ലൈൻ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് 2020ക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ലാഭം ഉണ്ടാവില്ല. ക്ലച്ച് പിടിക്കില്ല, 2020 തീരും എന്നുള്ളതാണ്. 2020 ഓൾറെഡി അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്കത് ഫീൽ ചെയ്തു തുടങ്ങി. അവര് ഞാൻ പറഞ്ഞല്ലോ, വലിയ വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോയിട്ട് അവസാനം കുന്നത്തുകാട്ടിൽ തന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർക്ക് തിരിച്ചടികൾ നേരിട്ടു. കാരണം 5 വർഷം പല പഞ്ചായത്തുകളിലും ഭരണത്തിലിരുന്ന് കഴിഞ്ഞപ്പം ഇതെന്താണെന്നും ഇവരെ കൊണ്ട് എന്ത് പറ്റുമെന്നുള്ളതും അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ജനങ്ങൾ കൃത്യമായ വിധി എഴുതി 2020 വിജയിച്ച പഞ്ചായത്തിൽ പല സ്ഥലത്തും കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ സാധിച്ചു. അപ്പോൾ അങ്ങനെ അവർക്ക് അവരുടെ ഗ്രൗണ്ട് പോകുന്നു, അവരുടെ ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായ ഘട്ടത്തിലാണ് അവർ BJPയുമായിട്ട് കൈകോർത്തത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് കാലാകാലം ഉണ്ടെങ്കിലും ഒരു വളരെ സജീവമായിട്ട് രംഗപ്രവേശം ചെയ്ത് കേരളത്തെ സംഘടനയെ ചലിപ്പിച്ച ഒരാളാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തെ പാർട്ടി പിന്നെന്ന് കുത്തിയില്ലേ? താങ്കളടക്കമുള്ള ആളുകൾ അതിന് അദ്ദേഹത്തെ യാതൊരു സഹായം ചെയ്തതായി കണ്ടില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെയല്ല. അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പാർട്ടി അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ച് പാർട്ടി അതിനകത്തൊരു നടപടി എടുക്കുകയാണുണ്ടായി. അപ്പോൾ അത് പാർട്ടിക്ക് നടപടി എടുക്കണമെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന തക്കതായിട്ടുള്ള കാരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പാർട്ടി ആ നടപടി എടുത്തത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനും തമ്മിൽ വ്യക്തിപരമായിട്ട് നല്ല സൗഹൃദം അടുപ്പമുള്ള ആളുകളാണ്. പക്ഷേ ഈ പറഞ്ഞ ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ പാർട്ടിയുടെ പൊതു താല്പര്യം പരിഗണിച്ചിട്ടാണ് അങ്ങനെ ഒരു നടപടി എടുത്തിട്ടുള്ളത്. പാർട്ടി എന്ത് നിലപാട്, ഇപ്പോൾ നാളെ പാർട്ടി എന്നെ സംബന്ധിച്ചൊരു നിലപാടെടുത്താലോ അല്ലെങ്കിൽ മറ്റാരെ സംബന്ധിച്ച് പാർട്ടി ഒരു നിലപാടെടുത്താലോ പാർട്ടി എടുക്കുന്ന നിലപാടിനോടൊപ്പമായിരിക്കും ഞങ്ങളെല്ലാവരും നിൽക്കുക. ഇപ്പോൾ അതിനുശേഷം നമ്മുടെ മന്ത്രി ഗണേശൻ ഇന്നലെ അതേപോലെ വീണ്ടും വിവാദത്തിൽ വന്നിരിക്കുകയാണ്. ഭാര്യ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്, ഇന്ന് സെറ്റിൽ ചെയ്തിരിക്കുകയാണ് പരസ്പരം. അപ്പം ഇതിലെ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത്? അല്ല, ഇത് പറഞ്ഞല്ലോ, ഇത് ഓരോ പാർട്ടിയും ആണ് ഇത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്, നമ്മൾ സ്ത്രീ പക്ഷത്താണെന്ന് പറയുകയും നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് നമ്മൾ പറയുകയും നമ്മളത് പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാതിരിക്കുകയും ചെയ്യാൻ ജനങ്ങളിത് കാണും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഘോരഘോരം പ്രസംഗം നടത്തിയ CPMൻ്റെ ആളുകൾ മറ്റേ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ് മഗ്ഗൊക്കെ പിടിച്ച് കപ്പൊക്കെ പിടിച്ച് ഫോട്ടോ എടുത്ത മുഖ്യമന്ത്രി ഗണേഷ് കുമാറിൻ്റെ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് ജനങ്ങൾ കാണുകയാണ്. അപ്പോൾ ഒരു വിഷയത്തിൽ തന്നെ 2 നിലപാടാണ്
ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്തൊരു നിലപാടാണ്. കോൺഗ്രസ് പാർട്ടി ആ നിലപാടനുസരിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതും. അതേ നിലപാടനുസരിച്ചിട്ടാണ് LDF അല്ലെങ്കിൽ CPM ഗണേഷ് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അല്ലാണ്ട് ഞങ്ങൾക്ക് രണ്ട് നയമില്ല. CPM അവരുടെ ഒരു പാർട്ടിയുടെ ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാതെ? അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, CPM എന്ത് ചെയ്താലും പ്രൊട്ടക്ട് ചെയ്യുന്നത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. ശബരിമലയിലെ സ്വർണം കട്ട ആളുകളെ എന്താ പറയുന്ന കട്ടയ്ക്ക് കൂടെ നിർത്തിയിരിക്കുകയാണ്. P ശശിനെ കട്ടയ്ക്ക് കൂടെ നിർത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ ഇപ്പൊ കട്ടയ്ക്ക് കൂടെ നിർത്തുകയാണ്. അപ്പോ പക്ഷെ ഇത് ജനം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ശബരിമലയിലെ സ്വർണം കട്ട ആളുകളെ സംരക്ഷിക്കുന്നവരും ഇപ്പൊ ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്നവരും ഒക്കെ ജനങ്ങളുടെ കോടതിക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പിൽ മറുപടി പറയേണ്ടി വരും. കേരളത്തിലെ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ഒരു മുന്നേറ്റ യാത്രയായിരുന്നു UDFന്റെ. അത് എത്രമാത്രം വിജയമായിരുന്നു സർ വി ഡി സതീശൻ? ഇപ്പൊ ഞാൻ പല യാത്രകളും കണ്ടിട്ടുണ്ട്, പല യാത്രകളുടെയും ഭാഗമായിട്ടുണ്ട്. പുതുയുഗ യാത്ര വലിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. മറുവശത്ത് ഇടതുപക്ഷത്തിന്റെ മേഖലാ ജാഥകൾ ഉണ്ടായിരുന്നു. ആ മേഖലാ ജാഥകൾ പരാജയമായിരുന്നു എന്ന് അവർ തന്നെ വിലയിരുത്തി, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജാഥയില്, പ്രതിപക്ഷ നേതാവിന്റെ ജാഥയില് വലിയ ജനക്കൂട്ടമായിരുന്നു ഓരോ സ്ഥലത്തും. ഞാൻ കാസർഗോഡ് ഉണ്ടായിരുന്നു, തിരുവനന്തപുരം വരെ പല ജില്ലകളിലും പല പരിപാടികളിലും പങ്കെടുത്തു. നമുക്ക് ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഈ പരിപാടികളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്കമാലിയിലെ പൊതുയുഗ യാത്രയ്ക്ക് സ്വീകരണം എന്ന് പറയുന്നത് നട്ടുച്ച നേരത്താണ്. പ്രതിപക്ഷ നേതാവ് വേദിയിൽ വരുന്നത് ഏകദേശം ഉച്ചയ്ക്ക് 1 മണി സമയത്താണ്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് 1 മണി സമയത്ത് ഞങ്ങൾ 10-10:30 ആയപ്പോൾ യോഗം തുടങ്ങി. ആ 1 മണി സമയത്തും ആളുകൾ നിറഞ്ഞ, സദസ്സിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തരത്തിൽ ആളുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാണിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം, ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം. ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന് മാത്രമേ കഴിയൂ. കോൺഗ്രസ് ആണ് ബദൽ, UDF ആണ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് ഈ ജാഥയിലൊക്കെ ഇത്രയും വലിയ ഒരു പങ്കാളിത്തവും, അല്ലെങ്കിൽ ജാഥ ഇത്രയും വലിയ വിജയമാകാനും കാരണം. അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അതായത് വി ഡി സതീശൻ പറഞ്ഞ 100 സീറ്റ് പ്ലസ് എന്നാണ്. അത് എത്രമാത്രം വാസ്തവമാണ്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ജനം വലിയ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. എൻ്റെ അടുത്ത് ഇടതുപക്ഷത്തിന്റെ ആളുകൾ, പരമ്പരാഗതമായി CPMന് വോട്ട് ചെയ്യുന്ന ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾ ഈ ഗവൺമെന്റിനെ തുടരാൻ അനുവദിക്കില്ല എന്ന്. കാരണം ആത്മാർത്ഥതയുള്ള, അല്ലെങ്കിൽ സത്യസന്ധതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ പോലും ഇനി ഈ ഗവൺമെന്റ് തുടരാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. കോൺഗ്രസും CPMും തമ്മിലുള്ളൊരു വ്യത്യാസം, കോൺഗ്രസ്സിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ ആളുകൾ അത് എവിടെയെങ്കിലുമൊക്കെ പറയും, അത് ചാനലുകളിൽ വരികയൊക്കെ ചെയ്യും. CPMന്റെ ഒരു കേഡർ സംവിധാനത്തിൽ പൊതുവെ അത് പുറത്ത് അധികം വരാറില്ല. ഇപ്പം വരുന്നുണ്ട്, ഇപ്പോൾ CPMൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സീറ്റ് കിട്ടാത്ത ആളുകളും, അല്ലെങ്കിൽ അതൃപ്തരായിട്ടുള്ള ആളുകൾ പലരും. ഈ പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരായിട്ട്, പാർട്ടിയിലുള്ള അവരുടെ പ്രവർത്തനത്തിനെതിരായിട്ട്, കണ്ണൂർ ലോബിയുടെ കൈപ്പിടിയിൽ പാർട്ടിയെ മൊത്തം കൊണ്ടുവന്നതിനെതിരായിട്ടൊക്കെ പലരും സംസാരിക്കുന്നുണ്ട്, പരസ്യമായി പറഞ്ഞു പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ പുറത്തു പറഞ്ഞു വരുന്നവര് വളരെ ചുരുക്കാളുകളാണ്. അതിനേക്കാൾ വലിയ വികാരം ഇത് പുറത്തു പറയാതെ മനസ്സിലുള്ളിൽ ഒതുക്കി നടക്കുന്ന ആളുകളുണ്ട്, പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട്. അവര് അത് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരതിനോട് പ്രതികരിക്കാൻ പോകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിലായിരിക്കും. അതായത് നമ്മളെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹം ഉള്ള സമയത്തൊക്കെ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ വൻ വിജയമാണ് ഉണ്ടായത് കാണുന്നത്. എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകമായി പറയാനുള്ളത്? അല്ല, അദ്ദേഹം ഒരു ഇലക്ഷൻ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ എന്താ പറയുക, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഇലക്ഷൻ വർക്ക് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾക്കൊക്കെ ചുമതലയുണ്ടായി. ഇപ്പോൾ എനിക്ക് തൃക്കാക്കരയിലെ എനിക്ക് ചുമതലയുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഓരോ ഏരിയ തിരിച്ച് ചുമതല തന്നിട്ടുണ്ടായി. മുഖ്യമന്ത്രി അടക്കം വന്ന്. അതെ, ഞങ്ങൾക്കൊക്കെ ഓരോ ഏരിയ തിരിച്ച് ചുമതല തന്നിട്ടുണ്ടായി, തൃക്കാക്കരയില്, പുതുപ്പള്ളിയില്, അതുപോലെ ഓരോ സ്ഥലത്തും. അപ്പം അവിടെയൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട്, എങ്ങനെയാണ് ഈ ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ട്, എങ്ങനെയാണ് ഈ ഇലക്ഷൻ റൺ ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ വളരെ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തി, രാഷ്ട്രീയ കാര്യങ്ങൾ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച്
ഗ്രൗണ്ട് ലെവലിലുള്ള വർക്ക്, വീട് കയറി ഇറങ്ങിയുള്ള വർക്കുകൾ അത് ഭംഗിയായി ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു പ്രത്യേക ശൈലി അദ്ദേഹത്തിനുണ്ട്. അതിനകത്ത് വിട്ടുവീഴ്ചയില്ല. വളരെ ആ കാര്യത്തിലൊക്കെ പറയുമല്ലോ, ഇലക്ഷൻ വർക്കിലൊക്കെ വളരെ റൂത്ത്ലെസ് ആണ്. റൂത്ത്ലെസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കർശനമായിട്ട് ഒരു കോംപ്രമൈസ് ചെയ്യാതെ ഇലക്ഷൻ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതിന്റെ റിസൾട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ സാധാരണ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് ഒരു വലിയൊരു മുന്നൊരുക്ക പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ ഇത്തവണ ഉണ്ടായ വ്യത്യാസം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എല്ലാ വാർഡ് തലത്തിലും കുടുംബസംഗമങ്ങളും അതുപോലെ തന്നെ വീട് കയറിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പോ അല്ലെങ്കിൽ 8 മാസം മുമ്പോ നടത്തി. അപ്പോൾ തുടങ്ങി നടത്തിയതിന്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടായത്. താങ്കളുടെ കണക്കൂട്ടൽ, താങ്കളിപ്പം കേരളത്തെ പഠിച്ചു കഴിഞ്ഞു, അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഈ വരുന്ന ഇലക്ഷന് എത്ര സീറ്റുകൾ കേരളത്തിൽ കിട്ടും? അത് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ കാര്യമുണ്ടല്ലോ, കോൺഗ്രസിന് UDF ഈ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ കിട്ടും. എറണാകുളം ജില്ലയിൽ 14 സീറ്റാണുള്ളത്. എറണാകുളം ജില്ലയിൽ 14-ൽ 14 സീറ്റും ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. അത് ജയിക്കും. എത്ര ജില്ലകളിൽ പൂർണ്ണമായി സീറ്റുകൾ കിട്ടാൻ സാധിക്കും? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പം 100% നമുക്ക് ഒരു പ്രഡിക്ഷൻ നടത്താനല്ല. നമ്മൾ ഓവറോൾ പിക്ചർ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓവറോൾ പിക്ചർ നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് എത്തും. അടുത്ത തവണ UDF മിനിസ്റ്ററി ആയിരിക്കും. തീർച്ചയായിട്ടും UDFന്റെ ഒരു ഗവൺമെന്റ് ആയിരിക്കും. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും മുഖ്യമന്ത്രി? അത് നമുക്ക് അങ്ങനെ ഒരു, ഞാൻ ആ ചോദ്യത്തിൽ വീഴില്ല. കോൺഗ്രസിന് അതിൻ്റെതായിട്ടുള്ള ഒരു സംഘടനാ രീതിയുണ്ട്. ഇപ്പൊ ഞാൻ കർണാടകയിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. അവിടെ സിദ്ധരാമയ്യ ഉണ്ടായിരുന്നു, DK ശിവകുമാർ ഉണ്ടായിരുന്നു. അവിടെ പോലും ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചില്ല. സിദ്ധരാമയ്യ ഒരു മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്നു അപ്പോൾ ആ സമയത്ത്. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുഖ്യമന്ത്രി ആവാൻ യോഗ്യരായിട്ടുള്ള നിരവധി നേതാക്കൾ കോൺഗ്രസിനുണ്ട്. UDFനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുൾപ്പെടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം. ഞങ്ങളെല്ലാവരും ആ ഒരു ഉത്തരവാദിത്തത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അധികാരം നമ്മൾ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. അത് MLA-മാരുമായിട്ട് കൂടിയാലോചിച്ച് പാർട്ടി ഡൽഹി ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം അന്തിമമായിരിക്കും. നമ്മളിപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഈ അടുത്ത കാലത്താണ് അങ്ങ് മാരേജ് കഴിച്ചത്. എന്ത് പറ്റി ലേറ്റായി മാരേജ്? അല്ല, അങ്ങനെ ആദ്യം ഞാൻ വിവാഹത്തെ കുറിച്ച് ആലോചിച്ചിരുന്നില്ല. വിവാഹം കഴിക്കണ്ട എന്നുള്ളൊരു ചിന്തയായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. കുറെ കാലം അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പം അത് വിവാഹം കഴിക്കാമെന്നൊരു ചിന്തയുണ്ടായി. അപ്പോൾ നമുക്ക് അതിന് സന്നദ്ധമാണ് അല്ലെങ്കിൽ അതിന് ആവശ്യമാണെന്ന് തോന്നിയ സമയത്ത് വിവാഹം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞത്. പക്ഷെ അധികം ആരെയും വിളിക്കാതെ ലളിതമായ ഒരു കല്യാണമാണ് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ. എന്തായാലും ഇലക്ഷൻ എടുത്തിരിക്കുന്നു. താങ്കൾ അടുത്ത സീറ്റിൽ, അങ്കമാലി സീറ്റിൽ തന്നെയായിരിക്കും താങ്കൾ മത്സരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ വൻ വിജയം നേടട്ടെ. അതുപോലെ UDF വൻ വിജയം നേടട്ടെ. പിണറായി മന്ത്രിസഭ മാറട്ടെ. കാരണം ഏറ്റവും അനുഭവിച്ച ആളാണ് ഞാൻ. അല്ല, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും അടുത്ത തെരഞ്ഞെടുപ്പിൽ. കേരളത്തിൽ ഏറ്റവും അധികം പത്രപ്രവർത്തകൻ എന്നുള്ള രൂപത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരാളാണ്. ജയിലിൽ പോയ ആളാണ് ഞാൻ. കാരണം ലാവ്ലിൻ കേസ് അടക്കമുള്ള കാര്യങ്ങളാണ് എന്നെ പ്രതികാരം തീർത്തത്. അതെനിക്ക് പ്രശ്നമല്ല. പക്ഷെ കേരളം മാറേണ്ടത് ആവശ്യമാണ്. അതിൽ ഏറ്റവും അധികം മുൻപന്തിയിൽ പ്രവർത്തിക്കേണ്ട ഒരു യുവ MLA ആണ് താങ്കൾ. താങ്കൾ അതിന് ശക്തമായി നേതൃത്വം കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. താങ്ക് യു.